നമസ്കാരം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഉയർന്നു വന്ന പരാതികളിൽ എടുത്ത 2 ഹൈ പ്രൊഫൈൽ കേസുകളിൽ ഇന്ന് നിയമ നടപടികൾ ഉണ്ടായിരിക്കും. നടനും MLA-യുമായ മുകേഷിന് മുൻകൂർ ജാമ്യമുള്ളതിനാൽ അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചു. നടൻ സിദ്ദീഖിന്റെ മുൻകൂർ ജാമ്യ ഹർജി തള്ളിയ ഹൈക്കോടതി സർക്കാരിനെ രൂക്ഷമായി വിമർശിക്കുന്നു. ജാമ്യം കിട്ടിയില്ലെങ്കിലും സിദ്ദീഖിനെ അറസ്റ്റ് ചെയ്യാൻ അന്വേഷണ സംഘത്തിന് ഇനിയുമായിട്ടില്ല. മുകേഷിന് ജാമ്യം ലഭിച്ചതിനെതിരെ അപ്പീൽ പോകാത്ത സർക്കാർ സുപ്രീം കോടതിയിൽ നിന്ന് സിദ്ദീഖ് ജാമ്യമെടുക്കാൻ അവസരമൊരുക്കുകയാണ്. സ്വാഗതം. സ്പെഷ്യൽ ഡിസ്ട്രിക്ട് നമ്മളൊപ്പം അതിഥികളായി CPM വക്താവ് അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, കോൺഗ്രസ് വക്താവ് ജ്യോതികുമാർ ചാമക്കാല, സാമൂഹിക പ്രവർത്തക P ഉഷ എന്നിവർ. ആദ്യം അനിൽകുമാറിലേക്ക്. അനിൽകുമാർ, ഈ നടൻ സിദ്ദീഖിനെതിരായ കേസിലെ അതിജീവിതയാണ് അല്പം മുമ്പ് സംസാരിച്ചത്. ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ ചില നടപടികൾക്കെതിരെ എനിക്ക് വിയോജിപ്പുണ്ടെന്ന് അവർ തുറന്നു പറയുകയാണ്. ആ വിയോജിപ്പിനുള്ള ഏറ്റവും മികച്ച തെളിവാണ് മുൻകൂർ ജാമ്യം നിഷേധിച്ചിട്ടും സിദ്ദീഖിനെ ഇനിയും അറസ്റ്റ് ചെയ്യാൻ കഴിയാത്തത്. കഴിഞ്ഞ ദിവസം മറ്റൊരു നടിയുടെ ചരമച്ചടങ്ങിൽ പരസ്യമായി പങ്കെടുത്തയാളാണ് സിദ്ദീഖ്. ഇതുവരെ ഈ മുൻകൂർ ജാമ്യം നൽകി എന്നുള്ളതുകൊണ്ട് ഇതുവരെ അദ്ദേഹത്തെ വിളിച്ചൊന്ന് ചോദ്യം ചെയ്യാനോ തെളിവെടുക്കാനോ പോലും അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. സിദ്ദീഖ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പ്രൊഫൈൽ അക്കൗണ്ട് തന്നെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിരിക്കുന്നു. അതായത് ഡിജിറ്റൽ തെളിവുകളടക്കം നശിപ്പിക്കാനുള്ള സമയം ഉണ്ടാക്കി കൊടുക്കുകയാണ് അന്വേഷണ സംഘം ചെയ്യുന്നത് എന്നാണ് അവരുടെ ആരോപണം. എന്താണ് നിങ്ങളുടെ മറുപടി? ഒന്ന്, ബഹുമാനപ്പെട്ട അജിംസ് പറഞ്ഞ പോലെ കേരള സർക്കാരിനെ അങ്ങനെ നിശിതമായി വിമർശിച്ച ഒരു വരിയും ഞാൻ ആ വിധി കണ്ടില്ല. 24-ാം പാരഗ്രാഫിലാണ് ഹേമ കമ്മിറ്റിയുമായി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഒരു പരാമർശം കണ്ടത്. അതിൽ പറയുന്നത് ഡിവിഷൻ ബെഞ്ച് തന്നെ ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ നിശ്ചയിച്ചിട്ടുണ്ട്. അങ്ങനെ ഡിവിഷൻ ബെഞ്ച് ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ സിംഗിൾ ബെഞ്ച് ആ റിപ്പോർട്ടിനെ കുറിച്ച് പരാമർശിക്കുന്നത് ന്യായാധിപന്മാർ തമ്മിൽ പാലിക്കേണ്ട ഉചിതജ്ഞതയിൽ ചില പ്രശ്നങ്ങൾ വരും. അതുകൊണ്ട് ഞാൻ ഇടപെടുന്നില്ല. എന്നിട്ട് അദ്ദേഹം പറയുന്നൊരു അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ, ഇത് പബ്ലിക്കായി പരസ്യപ്പെടുത്തുന്ന സാഹചര്യം വന്നിരുന്നെങ്കിൽ ഈ കേസിലെ പരാതിക്കാർക്ക് ഒരടി മുന്നോട്ട് പോകാൻ ചിലപ്പോൾ അത് പ്രചോദനമായിരുന്നേനെ എന്ന് പറയുന്നത് ഞാൻ വായിച്ചു. അതിനപ്പുറം കേരള സർക്കാർ ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് തെറ്റ് ചെയ്തു എന്നൊരു വാചകം ഞാൻ കണ്ടില്ല. അങ്ങനെ തിരുത്തുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ അതിലൊരു വാചകം അനിൽകുമാർ, സൈലൻസ്. 5 വർഷത്തോളം സർക്കാരിന്റെ നിഗൂഢമായ മൗനം, അത് വിമർശനമല്ലെങ്കിൽ കുഴപ്പമില്ല. സർക്കാരിന്റെ മൗനം നിഗൂഢമല്ല. അവിടെയാണ് നിങ്ങൾക്ക് തെറ്റിയത്. എനിക്കും അതോ ന്യായാധിപൻ സാധാരണ പോലീസുകാരെ അല്ല ഈ വനിതയുടെ അടുത്തേക്ക് വിടുന്നത്. ഞാനല്ല ഈ പറയട്ടെ, സൈലൻസ് എന്ന വാക്ക് ഉപയോഗിച്ചത് കോടതിയാണ്. അതെ, സർക്കാരിന്റെ മൗനം ആ കോടതിക്ക് പറയാൻ അവകാശമുണ്ട്. നിഗൂഢമായ മൗനം. കോടതി ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട അതെ, അത് എഴുതിയ കോടതി ആ ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിന് നടപടിക്രമങ്ങൾ കയ്യിൽ വാങ്ങിച്ചിട്ടുണ്ടോ? ഒരു ജഡ്ജി വിധി പറയുന്നതിന് മുമ്പ് സർക്കാരിനോട് ചോദിച്ചോ, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നിങ്ങളുടെ നടപടി എന്താണെന്ന് ചോദിച്ചോ? ഞാൻ മനസ്സിലാക്കിയത് ഈ ജാമ്യം കേട്ട ജഡ്ജി ആകെ കേട്ടത് ഈ കേസുമായി ബന്ധപ്പെട്ട പ്രോസിക്യൂഷൻ്റെ റെക്കോർഡുകൾ മാത്രമാണ്. അതല്ലാതെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ കോപ്പി വാങ്ങിക്കുകയോ ആ കോപ്പിയിൽ എന്തെല്ലാം നടപടി സർക്കാർ സ്വീകരിച്ചുവെന്ന് സർക്കാരിനോട് ചോദിച്ച് മറുപടി വാങ്ങുകയോ ചെയ്യാത്തൊരു ജഡ്ജി ഒരു സൈലൻസിനെ കുറിച്ചൊരു പരാമർശം നടത്തിയാൽ അത് അവർ ഡിവിഷൻ ബെഞ്ചുമായിട്ട് പറഞ്ഞു തീർക്കുക എന്നുള്ളതല്ലാതെ വേറെ സർക്കാരിനൊന്നും ചെയ്യാനില്ല. കാരണം ജാമ്യത്തിന്റെ കാര്യത്തിൽ കോടതിയുടെ മുമ്പിൽ വരുന്ന മാത്രം പ്രതികരിച്ചാൽ അതാണ് അതിന്റെ ഒരു ജുഡീഷ്യൽ ഡീസൻസി. പക്ഷേ ഈ കോടതി മറ്റു ചില കാര്യങ്ങൾ നിരീക്ഷിക്കുക കൂടി ചെയ്യുന്നുണ്ട്. തൊട്ട ബ്രദർ ബെഞ്ച്, അവരുടെ തൊട്ടടുത്തുള്ള ബെഞ്ചിന്റെ കാര്യങ്ങൾ കൂടി അവർക്ക് അറിയാവുന്ന ഒരു കാര്യം പറഞ്ഞതാണ്. നിങ്ങൾ അത് ഇത്ര അസഹിഷ്ണുമാവേണ്ട കാര്യമില്ല. ഈ സ്ഫിങ്സ് ലൈക്ക് സൈലൻസ് എന്ന് പറഞ്ഞത് എങ്ങനെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരാതിരുന്നത്? അത് കോടതിയുടെ ഇടപെടലിലൂടെയാണ് പുറത്തു വന്നതെന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട് കോടതി. അത്രയേ ഉള്ളൂ. അതിന് അസഹിഷ്ണുമാവേണ്ട ആവശ്യമില്ല. അത് കോടതിക്ക് തെറ്റുപറ്റി എന്ന് പറയേണ്ട കാര്യമില്ല. ആ കോടതി തന്നെയാണ്, ഹൈക്കോടതി തന്നെയാണ്, ഹൈക്കോടതി ഇടപെട്ടിട്ടാണ് അത് പുറത്തു വന്നത്. അവിടെ തെറ്റി. എന്താ തെറ്റിയെന്ന് വെച്ചാൽ, ഒന്ന്, ഹേമ കമ്മിറ്റിയുടെ അടിസ്ഥാനത്തിലുള്ള കേസല്ല ഇപ്പോൾ കോടതി മുമ്പാകെ ഈ കേസിൽ ജാമ്യാപേക്ഷ കൈകാര്യം ചെയ്തത്. ആ ജാമ്യാപേക്ഷയിൽ ഇവർ കൊടുത്ത പരാതി, ആ പരാതിയല്ല മൊഴി, അതിൻ്റെ അടിസ്ഥാനത്തിൽ FIR എടുത്തു. അതിനെ തുടർന്ന് പോലീസ് ചെയ്ത കാര്യങ്ങളാ ഈ ജഡ്ജിമെൻറ്റ് പറയുന്നുണ്ട്. അതിൽ കോടതി പ്രോസിക്യൂഷൻ വിശ്വസിച്ചിരിക്കുകയാണ്.
പോലീസിനെ വിശ്വസിച്ചിരിക്കുകയാണ്. എന്നിട്ട് അവർ പറയുന്നത് എന്താണെന്നറിയാമോ? ഈ പരാതിക്കാരി താമസിച്ച ഹോട്ടലിൻ്റെ നമ്പർ അത് വെച്ചിട്ട് അവരുടെ താമസിച്ചതിൻ്റെ ഡോക്യുമെൻറ്റ്സ് പോലീസ് എടുത്തു. പ്രതി അവിടെ ഉണ്ടായിരുന്നു എന്ന് കാണിക്കുന്ന തെളിവുകൾ പോലീസ് കൈക്കലാക്കി. അപ്പോൾ പിന്നെ ഏത് ഡീറ്റെയിൽ തെളിവ് പോയെന്നാ? അത് ഞാൻ പറഞ്ഞതല്ല. ഇന്ന് ആ വാക്ക് ഞാൻ ആദ്യം കേൾപ്പിച്ചുകൊണ്ടാണ് ചർച്ച തുടങ്ങിയത്. അതായത് സിദ്ദീഖ് എന്ന് പറയുന്ന കേസിലെ പ്രതിയുടെ ഒരു നിമിഷം അനിൽകുമാർ, സിദ്ദീഖ് എന്ന പ്രതിയുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഇപ്പോൾ നിലവിലില്ല. ആ ഫേസ്ബുക്ക് അക്കൗണ്ട് വെച്ചിട്ടാണ് ഈ അതിജീവിതയെ ഇയാൾ ആദ്യമായി സമീപിക്കുന്നത്. ഒരു കാര്യം മനസ്സിലാക്കൂ, നിങ്ങൾ ഒരാളെ എവിടെ വെച്ച് കണ്ടു, എപ്പോൾ കണ്ടു എന്നൊരു പ്രസക്തിയില്ല. നമ്മളൊരു കോടതി ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പം എവിടെ വെച്ച് കണ്ടു എന്നുള്ളതിന് എന്താ പ്രസക്തി? ഫേസ്ബുക്ക് വെച്ച് ബന്ധപ്പെട്ടു എന്നുള്ളതിന് എന്താ പ്രസക്തി? അതിജീവിത ആളുകൾ അഡ്വക്കേറ്റ് അനിൽകുമാർ ഒരു അഭിഭാഷകനായതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഒരു കേസൊക്കെ കോടതിയിൽ എങ്ങനെയാണ് തള്ളി പോകുന്നതെന്ന് അങ്ങേക്ക് നന്നായിട്ട് അറിയാവുന്നതാണല്ലോ. എന്നെ ആദ്യം സമീപിച്ചത് ഫേസ്ബുക്ക് വഴിയാണെന്ന് ഇരയുടെ പരാതിയുണ്ട്. ആ പരാതിക്ക് തെളിവായിട്ട് ഈ പറയുന്ന പ്രതിയുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് എവിടെ എന്ന് ചോദിച്ചാൽ അതില്ല, അത് നശിപ്പിക്കാനുള്ള സാവകാശം കൊടുത്തു ഈ SIT എന്ന് ഞാനല്ല പറയുന്നത്, അതിജീവിതയാണ്. അതിന് മറുപടി പറയാൻ നിങ്ങൾക്ക് ബാധ്യതയുണ്ട്. എനിക്ക് പറയാൻ ബാധ്യതയില്ല. അത് ബാധ്യത എന്ന് പറയുന്നത് നിയമത്തിന് മുമ്പിലാണ്. ആ നിയമത്തിൻ്റെ മുന്നിൽ ഹൈക്കോടതി എന്താണോ എന്ന് പറഞ്ഞത് അത് പറഞ്ഞത് SITയുടെ നടപടി ശരിവെച്ചു. എന്നിട്ട് ഹൈക്കോടതി പറയുന്നത് എന്താണ്? 2 വ്യക്തികൾ കൂടിക്കണ്ടു. നിങ്ങൾ കാണാൻ പോയത് അതുമായി ബന്ധപ്പെട്ട് ടെലിഫോണിലാണോ ബന്ധപ്പെട്ടത്, ഫേസ്ബുക്കിലാണോ ബന്ധപ്പെട്ടത് എന്നുള്ളത് പ്രസക്തമല്ല. 2 വ്യക്തികൾ ഇന്ന സ്ഥലത്ത് വെച്ച് കണ്ടു, ഒരു ഹോട്ടലിൽ വെച്ച് കണ്ടു. അവിടെ 2 ആളും ഉണ്ടായിരുന്നതായിട്ട് അവിടെ താമസിച്ച രേഖകൾ സഹിതം തെളിവ് കിട്ടി. ആ 2 ആളും ഒരേ സമയത്തുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ, ആ ഒരാൾ ഉണ്ട് അല്ലെ 2 ആളും ഉണ്ട് എന്ന് തെളിവ് കിട്ടിക്കഴിഞ്ഞാൽ അതിന് മുമ്പിൽ അവർ കണ്ടതും കേട്ടതും എവിടെ വെച്ചാണ്, ബസ് സ്റ്റാൻഡ് വെച്ചാണോ വഴി വെച്ചാണെന്നുള്ളതിന് ഒരു പ്രസക്തിയില്ല. അത് വൈകാരികമായിട്ട് ആരെങ്കിലും നിങ്ങളോട് പറയുന്നുണ്ടെങ്കിൽ ഒരു തർക്കവും ഇതിൻ്റെ അകത്തില്ല, ഞങ്ങൾക്ക് കലകവും ഇല്ല ഇതിൻ്റെ അകത്ത്. അത് ഈ കേസിലെ വളരെ പ്രധാനപ്പെട്ട കാര്യമായി എനിക്കൊരു അതിജീവിതയെ ഉപദേശിക്കാൻ കഴിയും. ഓക്കെ, എന്റെ ക്വസ്റ്റ്യൻ അതായിരുന്നില്ല. കോടതിയിലെ പറയണം. ഓക്കെ അനിൽകുമാർ, എന്റെ ക്വസ്റ്റ്യൻ അതായിരുന്നില്ല. സിദ്ദീഖിനെ അറസ്റ്റ് ചെയ്യാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? അതാണ് ഉത്തരം പറയുന്നത്. ഒന്നാമത്തെ കാര്യം ദയവായി മനസ്സിലാക്കണം, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലുള്ള കേസല്ല ഇന്ന് കോടതി വാദം പറഞ്ഞതും വിധി പറഞ്ഞതും. അതുകൊണ്ട് തന്നെ ഹേമ കമ്മിറ്റിയെക്കുറിച്ച് അത്തരമൊരു വിധിന്യായത്തിൽ പരാമർശിക്കാൻ ഇടവരുന്നത് ഡിവിഷൻ ബെഞ്ചിൽ ഉള്ള ഒരു കേസുമായി ബന്ധപ്പെട്ട നീതിന്യായ നിർവഹണത്തിലെ തെറ്റായ ഇടപെടലാണ് എന്നാണ് ഒരു വക്കീൽ നിലയ്ക്ക് എൻ്റെ അഭിപ്രായം. അത് ഈ ജാമ്യം നിഷേധിച്ച ഉത്തരവിനകത്ത് ഉൾപ്പെടാനായത് ജുഡീഷ്യൽ അന്തസ്സിന് നിരക്കുന്നതാണോ എന്ന് ചർച്ച ചെയ്യേണ്ടത് ഡിവിഷൻ ബെഞ്ചാണ്. അവർ തമ്മിൽ തീർക്കട്ടെ, ഞങ്ങൾക്കതിൽ കലക്കമില്ല. 2, ഇന്നത്തെ മാധ്യമങ്ങളിൽ കേരള സർക്കാരിനെ വിമർശിച്ചു എന്ന് ഏത് കാര്യത്തിൽ? കേരളത്തിലെ SIT ഇതുമായി ബന്ധപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘം മാതൃകാപരമായി തെളിവെടുപ്പ് നടപ്പാക്കി എന്ന് പറയുന്നൊരു വിധിന്യായത്തിൻ്റെ അടിയിൽ സർക്കാരിനെ വിമർശിച്ചെന്ന് വാർത്ത കൊടുക്കാൻ തക്കവണ്ണം ഒരു വകുപ്പ് എഴുതി ഉണ്ടാക്കിയതിനെക്കുറിച്ച് ഞങ്ങൾക്ക് തർക്കമുണ്ട്. അതിനെക്കുറിച്ചുള്ള വിമർശനം ഞങ്ങൾക്കുണ്ട്. ആ വിമർശനം ഞാൻ പറയുന്നത് സർക്കാരിന്റെ ആവശ്യമുള്ള കാര്യമല്ല. സർക്കാർ കഴിഞ്ഞ 5 വർഷം നിഗൂഢമായ മൗനം പുലർത്തി എന്ന് ഒരു ജാമ്യം നിഷേധിച്ചുള്ള ഉത്തരവിൽ കോടതി പറഞ്ഞാൽ അത് സർക്കാരിനെ വിമർശിച്ചു എന്ന് തന്നെ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യും. അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വിമർശനം രേഖപ്പെടുത്താം. നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാൻ അവകാശമുണ്ടല്ലോ. ഞാൻ പറഞ്ഞത് അതിൻ്റെ മെറിറ്റാണ് പറയുന്നത്. അങ്ങനെ ജഡ്ജി എഴുതുമ്പോൾ ആ ജഡ്ജി കാണിക്കേണ്ട രീതി എന്താണ്? ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അദ്ദേഹം വാങ്ങണം, എന്നിട്ട് അതിൽ എന്താ നടപടി എടുത്തെന്ന് നോക്കണം. അവിടെ വിവരാവകാശ നിയമം മുന്നോട്ട് വന്നപ്പോൾ വിൻസെൻ്റ് എം പോൾ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ വിവരാവകാശ കമ്മീഷൻ സ്റ്റേ ചെയ്തതിൻ്റെ രേഖ എവിടെ കിട്ടും? അത് വായിച്ചു നോക്കണം ഹൈക്കോടതി ജഡ്ജി. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കണം, കമ്മീഷൻ ഓഫ് എൻക്വയറി ആക്ടിൻ്റെ 3(1) പ്രകാരം ഒരു കമ്മീഷൻ എൻക്വയറി ആണെങ്കിൽ അതിന് നടപടിക്രമം എങ്ങനെ വേണ്ടത് ചട്ടങ്ങളിലുണ്ട്. അത് പ്രകാരമേ പോകാൻ പറ്റൂ. കോടതി പറയുന്ന പോലെ പരസ്യപ്പെടുത്താനൊന്നും പറ്റൂല. അതേസമയം ഇത് ഫാക്ട് ഫൈൻഡിങ് കമ്മിറ്റി മാത്രമാണ്. ഫാക്റ്റ് അറിയുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ ലക്ഷ്യം. മാത്രമല്ല മനസ്സിലാക്കേണ്ടത്, സിനിമാ മേഖലയിലുള്ള ഇപ്രകാരം പരാതിക്കാരായ കുറേ ആളുകൾ ഒരാൾ പോലും പരാതി പറയാൻ തയ്യാറാകാതെ വന്നപ്പോൾ രഹസ്യമായി അവരെ സമീപിച്ച് നിങ്ങൾ നിങ്ങളുടെ അനുഭവങ്ങൾ പറയൂ എന്ന് പറഞ്ഞ് അവരെ കാണാൻ പറഞ്ഞു വിട്ടത് ഒരു ഹൈക്കോടതിയുടെ റിട്ടയർ ചെയ്ത ജഡ്ജിയെ തന്നെയാണ്, വനിതാ ജഡ്ജിയെ തന്നെയാണ്. അതാണ് സർക്കാരിൻ്റെ ആത്മാർത്ഥത. അങ്ങനെ ഹൈക്കോടതിയുടെ ജഡ്ജി വനിതകളെ ചെന്ന് കണ്ട് അവരുടെ അഭിപ്രായം കേട്ട് അവരെ അഭിപ്രായം പറയുമ്പോൾ നിയമപരമായി ഒരു പ്രോസിക്യൂഷൻ നടപടികളിലേക്ക് പോകാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്നവർ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സർക്കാരിന് വേറെ കാര്യങ്ങളും ചെയ്യാനില്ല.
ഇവിടെ എന്നാ അവര് പറഞ്ഞോ? മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഈ കാര്യം, അതിജീവിതകൾ പറഞ്ഞോ ഈ നിയമപരമായിട്ട് പോകാൻ റിപ്പോർട്ടുമായി ഞങ്ങൾക്ക് ബന്ധപ്പെട്ട താല്പര്യമില്ല എന്ന് ഡിവിഷൻ വന്ന് ബെഞ്ചിന്റെ സർക്കാരിനോട് വിധി പറഞ്ഞോ? വന്നപ്പോൾ ഇപ്പോൾ ഏറ്റവും അവസാനം ഹൈക്കോടതി എന്താണ് പറഞ്ഞത്? ഇതിൽ കേസെടുക്കാൻ പറ്റുമോ എന്ന് നോക്കുന്നതാണ്. അപ്പോൾ കേസെടുക്കാൻ നടക്കുകയാണ് SIT. അതിജീവിതമാരെ പോയി നേരിൽ കണ്ട് കേസെടുക്കാൻ നടക്കുകയാണ്. എന്റെ ക്വസ്റ്റൻ അതല്ല. ഈ സിദ്ദീഖ് ഒരു നിമിഷം, ഇന്ന് മുകേഷിന് മുൻകൂർ ജാമ്യം ലഭിച്ചു, അദ്ദേഹം പോയി. അല്ലല്ല, അതിലേക്ക് ഇത് നമ്മൾ കുറെ അധികം തർക്കിച്ചതാണ് ശ്രീ അനിൽകുമാർ. അതിൽ കോഗ്നിസിബിൾ ഒഫൻസിനെ സംബന്ധിച്ച വിവരങ്ങളുണ്ട് റിപ്പോർട്ടിൽ. അതിൽ സർക്കാർ സ്വമേധയാ നടപടി എടുക്കണമായിരുന്നോ ഇല്ലേ എന്ന ചർച്ച കഴിഞ്ഞ 1.5 മാസമായിട്ട് നടക്കുന്നതാണ്. എന്റെ ക്വസ്റ്റൻ അതല്ല. സിദ്ദീഖ് ഇനിയും അറസ്റ്റിലാവാത്ത എന്തുകൊണ്ടാണ്? അതാണ് ഉത്തരം പറയാൻ പോണത്. അതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിച്ച് കളയാം. ഈ ജസ്റ്റിസ് ഹേമ എന്താ എഴുതി കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിൽ, ഞാൻ പറഞ്ഞിട്ട് ഒരൊറ്റയാൾ മൊഴി തരാൻ തയ്യാറല്ല. എവിടെ മൊഴി തരാൻ തയ്യാറല്ല? കമ്മിറ്റിക്ക് മുമ്പിൽ. അവസാനം ഞങ്ങൾ അവരോട് അഭ്യർത്ഥിച്ചിട്ട് നിങ്ങളുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തില്ല, മറ്റൊരു നിയമ നടപടികളിലേക്ക് നിങ്ങളെ കൊണ്ടുപോകില്ല എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളെ വിശ്വസിച്ചവർ കുറേ കാര്യം പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് അവരുടെ മൊഴിയെ സംബന്ധിച്ചുള്ള സ്വകാര്യത സംരക്ഷിക്കണം ജസ്റ്റിസ് ഹേമ പറഞ്ഞിട്ടുണ്ട്. അത് സർക്കാരിന് ബാധ്യതയുണ്ട്. ഇപ്പോൾ ഹൈക്കോടതിയുടെ ഉത്തരവിന് ശേഷം WCCയുടെ പ്രതിനിധികളിൽ നിന്ന് മുഖ്യമന്ത്രിയെ വീണ്ടും കണ്ടു. എന്നിട്ട് മുഖ്യമന്ത്രിയോട് എന്താ അവർ പറഞ്ഞിരിക്കുന്നത്? ഞങ്ങളുടെ പേരൂരെ വിട്ട് കളിക്കുന്നൊരു രീതി വരുന്നുണ്ട്. ഇവിടെ ഒരു ചാനലിന് ഒരു മൊഴിയുടെ അറ്റം കിട്ടിയപ്പോഴത്തേക്കും അത് വെച്ചിട്ട് ആരാണ് എന്ന് ആളുകളെ അറിയിക്കത്തക്ക വിധം വാർത്ത കൊടുക്കാനുള്ള വൈദഗ്ധ്യമൊക്കെ ഉണ്ടായി. അങ്ങനെ ഞങ്ങളെ അപമാനിക്കരുത് കേട്ടോ. ആർക്കെങ്കിലും നിയമപരമായ നടപടിയെടുത്ത് പ്രതികളാക്കപ്പെട്ടവരെ ജയിലിലടക്കണമെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ പേരിൽ കോടതിയിൽ നിയമ നടപടി കൊണ്ടുവരണമെങ്കിൽ അതിന് സർക്കാർ പിന്തുണ കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചപ്പോൾ കുറേ പേര് വന്നു. ഇനിയും ആർക്കും വരാമല്ലോ. ഇപ്പം എന്താണ് ബഹുമാനപ്പെട്ട കോടതി ഉത്തരവുപ്രകാരം കേരള സർക്കാർ ചെയ്യുന്നത്? ഇതുമായി ബന്ധപ്പെട്ട് മൊഴി കൊടുത്ത മുഴുവൻ പേരെ ഒന്ന് ബന്ധപ്പെടാൻ നോക്കുകയാണ്. ആരും ഇതുവരെ വന്നിട്ടില്ല. അതിനർത്ഥം നാളെ ആരും വരില്ല എന്നല്ല, അവരെ പ്രചോദിപ്പിക്കുകയാണ്. ആളുകൾ അതിജീവിതമാർ പരാതിയുമായി വരാത്തതിന് കാരണം എന്താണെന്ന് അറിയാമോ? അവർ വരാത്തതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ? ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് അവരെ പിന്തുണയ്ക്കുന്ന ഒരു നടപടിയും ഉണ്ടാവുന്നില്ല. ഒരൊറ്റ ഉദാഹരണം, മുകേഷ് MLA-ക്കെതിരെ ബലാത്സംഗ കേസാണ്. ഒരു നിമിഷം. മുകേഷ് MLA-ക്ക് മുൻകൂർ ജാമ്യം ലഭിച്ചു. ആ ജാമ്യം റദ്ദാക്കാൻ ആവശ്യപ്പെട്ട് അപ്പീലുമായി സർക്കാർ പോയില്ല. അദ്ദേഹം മുൻകൂർ ജാമ്യവുമായി അറസ്റ്റ് വരിച്ചു, ജാമ്യത്തിലിറങ്ങി. ഇപ്പോൾ സിദ്ദീഖിന് മുൻകൂർ ജാമ്യം നിഷേധിച്ചു. ഈ കഴിഞ്ഞ ദിവസം വരെ അദ്ദേഹം പൊതുവേദികളിൽ ഉണ്ടായിരുന്നു. നിങ്ങൾക്കിപ്പോൾ അവരെ ട്രേസ് ചെയ്യാൻ കഴിയുന്നില്ല. എന്താണ് ഇതിനർത്ഥം? ഒരു കാര്യം മനസ്സിലാക്കൂ, ഏതൊക്കെ സ്ഥലത്ത് ആരൊക്കെ പോയി വിളിച്ചിട്ടുണ്ട്? നമ്മുടെ എൽദോസ് കുന്നപ്പള്ളി എത്ര ദിവസം പോയി വിളിച്ചതാ? സിദ്ദീഖ് ഒളിവിലായിരുന്നില്ല. കേരളത്തിലെ അനിൽകുമാർ സിദ്ദീഖ് ഒളിവിലായിരുന്നില്ല. കവിയൂർ പൊന്നമ്മയുടെ സംസ്കാര ചടങ്ങിൽ അദ്ദേഹം പരസ്യമായി പങ്കെടുത്തതാണ്. സാർ, ഞാൻ ഒന്ന് പറയട്ടെ. അതേന്ന് ഞങ്ങൾക്ക് താല്പര്യമില്ലാണ്ടാണോ എൽദോസ് കുന്നപ്പള്ളിയെ പിടിക്കാൻ സർക്കാരിന് താല്പര്യമില്ലാണ്ടാണോ? എൽദോസ് കുന്നപ്പള്ളി പ്രതിപക്ഷത്തൊരു MLA പിടിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ലാണ്ടാണോ? കോൺഗ്രസ്സുകാരനായ വിൻസെന്റിനെ ഇതേപോലെ കേസിൽ പിടിക്കാൻ താല്പര്യമില്ലാണ്ടാണോ? ഇത്തരം കാര്യങ്ങളൊക്കെ പ്രോസിക്യൂഷൻ കൈകാര്യം ചെയ്യുന്ന അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ പ്രോറോഗേറ്റീവാണ്. അവർ തെളിവുകൾ കളക്ട് ചെയ്തിട്ട് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കും. ഇപ്പോൾ മുകേഷുമായി ബന്ധപ്പെട്ട എന്തോ ഒരു കാര്യം നിങ്ങൾ പറഞ്ഞു, സർക്കാരിനെ ബന്ധപ്പെടുത്താൻ. ആ കോടതി വിധി ഒന്ന് വായിച്ചു നോക്കിയോ? എന്താ കോടതി വിധി പറയുന്നത്? ഒരു റേപ്പ് എന്ന് പറയുമ്പോൾ റേപ്പിന് നിർവചനമുണ്ട്. ആ നിർവചനത്തിൽ വരുന്ന ബലപ്രയോഗത്തിൻ്റെ അംശം ഒരു അഭിഭാഷക കൂടിയായ പരാതിക്കാരിയുടെ മൊഴിയിൽ എവിടെയും കാണുന്നില്ല. എന്നാൽ ജഡ്ജിമെൻ്റെ ഭാഗമാണ്. ഞാൻ അഭിഭാഷക ആ വ്യക്തിയെ കൂട്ടിയല്ല, ജഡ്ജിമെൻ്റാണ് കൂട്ടിയുന്നത്. എന്താണ്? ഒരു അഭിഭാഷകയായ ഒരാൾ തനിക്കുണ്ടായ അനുഭവം പരാതിപ്പെടുമ്പോൾ പരാതിക്കാരി എന്താ ചെയ്തത്? ആ വിധിന്യായം വായിച്ചു നോക്കിയേ. ഈ വ്യക്തിയെ കൂട്ടിക്കൊണ്ടു പോകുന്നു, എന്നിട്ട് സംഭവം ഉണ്ടായി എന്ന് പറയുന്നു. ആ ഉണ്ടായ സംഭവത്തിൽ പോലും ബലപ്രയോഗത്തിൻ്റെ അംശമില്ല. എന്നാൽ ഇന്നത്തെ സിദ്ദീഖിൻ്റെ കേസിൽ ബലപ്രയോഗമുണ്ട്. ആ ബലപ്രയോഗത്തിൻ്റെ ഭാഗമായുള്ള കലഹം അവർ തുടക്കത്തിൽ തന്നെ വിപ്രതിപത്തി പ്രകടിപ്പിച്ചതിൻ്റെ തെളിവുണ്ട്. ഈ തെളിവുകൾ ഹാജരാക്കുകയും നിരവധി സാക്ഷികളെ കണ്ടു ചോദിച്ച് തെളിവെടുത്തിട്ടാണ് കേരള പോലീസ് കൃത്യമായിട്ട് സിദ്ദീഖിൻ്റെ കേസിനകത്ത് ഫ്രെയിം ചെയ്ത് കോടതിയിലേക്ക് കൊടുത്തത്. അപ്പോൾ ആദ്യഘട്ടത്തിൽ കോടതിയിൽ ജയിച്ചു. ഈ കടമ്പ എന്തായിരുന്നു? 2019 കേസ് 6 കൊല്ലായില്ലേ? ഈ 6 കൊല്ലക്കാലം ഇവർ മിണ്ടാതിരുന്ന് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിനകത്തായിരുന്നു ഈ നിയമയുദ്ധം. ആ നിയമയുദ്ധത്തിൽ കേരള സർക്കാർ ജയിച്ചിരിക്കുകയാണ്. ജയിച്ച സർക്കാരിന്റെ പെടലിക്കിട്ട് അടിക്കാൻ വേണ്ടി ആരെങ്കിലും എന്തെങ്കിലും എവിടെങ്കിലും പറയുന്നത് കേരള സർക്കാർ ജയിച്ചത് അതിലെ വാദം കോട്ട് ചെയ്തിട്ടുണ്ട്. ജാമ്യ ഉത്തരവിൽ അങ്ങ് അത് തെറ്റിദ്ധരിപ്പിക്കരുത്. അതിൽ എന്തുകൊണ്ട് ഇര പരാതിപ്പെടാൻ വൈകി എന്നുള്ള കാര്യത്തിൽ എന്തുകൊണ്ട് എന്ന കാര്യം വാദിച്ചത് പ്രോസിക്യൂഷൻ അല്ല, അതിജീവിതയ്ക്ക് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവനാണ്. അത് ആ ജാമ്യ ഉത്തരവിലുണ്ട്.
അതെ, സംശയം എന്താണ്? ഓക്കെ, ഞാനൊരു കാര്യം മനസ്സിലാക്കണം. പ്രോസിക്യൂഷൻ അവിടെ ഉണ്ടെങ്കിൽ നിങ്ങളൊരു കോടതിക്കകത്തെ കാര്യം മനസ്സിലാക്കണം. പ്രോസിക്യൂഷൻ ഉത്തരം പറയേണ്ടതിന് പ്രോസിക്യൂഷൻ ഉത്തരം പറയും, അതിജീവിത ഉത്തരം പറയേണ്ടതിന് സർക്കാർ എന്തോ വാദിച്ച് കേസ് ജയിച്ചു എന്നങ്ങ് പറഞ്ഞുകൊണ്ട് പറഞ്ഞതാണ്. എന്റെ ഒറ്റ ചോദ്യമാണ്, സിദ്ദീഖ് എന്തുകൊണ്ട് അറസ്റ്റിലാവുന്നില്ല? സിദ്ദീഖ് എവിടെ? സർക്കാർ ജയിച്ചത്. ഓക്കെ, സിദ്ദീഖ് എവിടെ? ഞാൻ ഒരു കാര്യം മനസ്സിലാക്കൂ. സർക്കാർ തെളിവ് ഹാജരാക്കി. എന്ത് തെളിവ് ഹാജരാക്കിയത്? ഈ ആളുകൾ, രണ്ടാളുകളും ഹോട്ടലിൽ ഉണ്ടായിരുന്നതിൻ്റെ തെളിവ് ഹാജരാക്കിയോ? മൊഴികൾ ഹാജരാക്കിയോ? മൊഴി കോടതി പരിശോധിച്ചോ? അതിലൂടെ ഈ സിദ്ദീഖിന്റെ പ്രോസിക്യൂഷന്റെ വിജയമാണ്, മുൻകൂർ ജാമ്യം നിഷേധിച്ചത് പ്രോസിക്യൂഷന്റെ വിജയമാണ് എന്ന് തന്നെ അത് നിങ്ങൾ ക്രെഡിറ്റ് എടുക്കും. എന്റെ ചോദ്യം പറയും, എന്റെ ചോദ്യത്തിന് മറുപടി പറയും. സിദ്ദീഖ് എന്തുകൊണ്ട് അറസ്റ്റിലാവുന്നില്ല? ആ സംശയം എന്താണ്? അത് പിടിക്കുമല്ലോ. സംശയം എന്താ? ഏത് പാതാളത്തിൽ പോലും പിടിക്കുമല്ലോ. ശരി, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് രാത്രി പിടിച്ചോ നാളെ രാത്രി പിടിച്ചോ എന്നുള്ളതല്ല. ഒരു കേസിന്റെ ആവശ്യത്തിന് എന്തോ അത് ചെയ്യും, സർക്കാർ ചെയ്യുമല്ലോ. ശരി, ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഇന്ന് രണ്ടുപേർ, ഒരാൾ MLA ആണ്, ഒരാൾ നടനാണ്. മുകേഷിന് മുൻകൂർ ജാമ്യം ലഭിച്ചിരുന്നു, അതിൽ അപ്പീൽ പോയില്ല, അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം ലഭിച്ചു, അദ്ദേഹം പുറത്തിറങ്ങി. രണ്ടാമത്തെ കേസിൽ, അത് മുകേഷിനെതിരായിട്ടുള്ള കേസിൽ ബലപ്രയോഗമില്ല എന്നൊക്കെയാണ് അനിൽകുമാർ പറയുന്നത്. ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഈസ്, ഇതിൽ ബലപ്രയോഗമുണ്ട്, കോടതി ജാമ്യം നിഷേധിച്ചു, പക്ഷേ ഇതുവരെ അറസ്റ്റ് ചെയ്യാനായിട്ടില്ല. ഈ നടപടികളെ എങ്ങനെ കാണുന്നു? ഉറച്ച സ്ത്രീപക്ഷ നിലപാടുകളുള്ള ഒരു സർക്കാരായിരിക്കും എന്ന് പ്രകടന പത്രികയിൽ എഴുതി വെച്ച ഒരു സർക്കാർ ഭരിക്കുമ്പോഴാണ് ഇത് സംഭവം. ഇവിടെ അജിംസൻ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ അദ്ദേഹം അഭിഭാഷകരാണ്. ഞാൻ ബൈ പ്രൊഫഷൻ ഞാൻ എഞ്ചിനീയർ ആയിരുന്നു, ഇപ്പോൾ മുഴുവൻ സമയ പൊതുപ്രവർത്തകനാണ്. എനിക്കും നിയമം പഠിക്കണമെന്നുണ്ടായിരുന്നു. ഞാൻ പഠിച്ചു തുടങ്ങി, കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല, തിരക്ക് മൂലം ഉപേക്ഷിച്ചു. പക്ഷേ ഇവിടെ താങ്കൾ ചോദിച്ചൊരു ചോദ്യം, ഒരു ഘട്ടത്തിൽ എങ്ങനെയാണ് ഇവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ തുടങ്ങിയത് എന്നതിനെ സംബന്ധിച്ച്, അത് ഫേസ്ബുക്കിലൂടെയാണ് തുടങ്ങിയത് എന്ന് അതിൻ്റെ തെളിവുകൾ ശേഖരിക്കാൻ ശ്രമിക്കുമ്പോൾ അത് നശിപ്പിച്ചു എന്നും പറയുമ്പോൾ അതിനിവിടെ പ്രസക്തിയില്ല എന്നൊരു അഭിഭാഷകൻ തന്നെ പറയുകയാണ്. തുടക്കത്തിൽ ഒരു കേസിൻ്റെ ഡീറ്റെയിൽസ് കോടതിയിൽ, ഒരു ക്രൈം ഉണ്ടായാൽ അത് കോടതിയുടെ മുമ്പിലേക്ക് പ്രസൻറ്റ് ചെയ്യുമ്പോൾ ആ ക്രൈമിന് മുറിയാത്ത ഒരു കണ്ണി ഉണ്ടാകണം. ആ കണ്ണിയിലൂടെ അത് കൂട്ടിച്ചേർത്ത് ക്രൈം നടന്നു എന്ന് കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥർ കണ്ടെത്തുകയും അത് ഒരു മാലയിൽ കോർത്ത മുത്തുമണി പോലെ കൃത്യമാക്കുകയും അതിന് ഉപോത്ബലകമായ തെളിവുകൾ കോടതിയിൽ ഹാജരാക്കുകയും പ്രത്യേകിച്ചും അപ്പോൾ അങ്ങനെയാണ് ആ കേസിൻ്റെ പരിസമാപ്തി ഉണ്ടാകേണ്ടത്. ആ കേസ് ജയിച്ചോ അല്ലെങ്കിൽ കേസിന് നീതി നടപ്പായോ എന്ന് ബോധ്യമാകുന്നത്. സ്വാഭാവികമായിട്ടും കോടതിയെ സംബന്ധിച്ച് നീതി നടപ്പാക്കേണ്ടത് തെളിവുകളുടെയും ഇത്തരത്തിലുള്ള സർക്കംസ്റ്റൻഷ്യൽ എവിഡൻസും ഒപ്പം അല്ലാതെയുള്ള സാക്ഷികളുമൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ആ ഭാഗം വേണ്ട, അവർ തമ്മിൽ സംസാരിച്ച് അവരുടെ റൂമിൽ പോയി ആ ഭാഗം മാത്രം മതി എന്ന് പറയുന്നത് എവിടുത്തെ നിയമത്തിൻ്റെ ഭാഗമാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു തുടക്കമുണ്ടാകണം. ആ തുടക്കത്തിന് ശേഷം ഈ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ആ ഒഫൻസ് ഉണ്ടാകുന്നത് വരെയുള്ള കൃത്യമായ നെറ്റ്വർക്ക് ഉണ്ടാകണം. അത് കൃത്യമായി ബോധ്യപ്പെടുത്തണം. ഞാൻ ആവർത്തിക്കുന്നില്ല. അങ്ങനെ ഇരിക്കെ അതൊന്നും ഒരു വിഷയമല്ല എന്നൊരു വക്കീൽ പറഞ്ഞാൽ പിന്നെ എനിക്കതിനകത്തൊന്നും പറയാനില്ല. ഇവിടെ എനിക്ക് ചോദിക്കാനുള്ളത്, ഇവിടെ മുകേഷിന് മുൻകൂർ ജാമ്യം കിട്ടി, കാരണം മുകേഷ് ക്രൈം ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ മുകേഷ് ബലപ്രയോഗം നടത്തിയിട്ടില്ല. അത് മുകേഷിൻ്റെ മികവ്. എന്നാൽ സിദ്ദിഖ് ക്രൈം ചെയ്തിട്ടുണ്ട്, സിദ്ദിഖിന് ജാമ്യം കിട്ടിയില്ല, അത് പോലീസിൻ്റെ മികവ്. ഇതെങ്ങനെ ശരിയാവുക? സ്വാഭാവികമായിട്ടും രണ്ട് ക്രൈമും രണ്ടായിരിക്കാം. ഇവിടെ ഭരണകക്ഷി MLA ആയ മുകേഷിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ അവസരമുണ്ടാകുന്നു, അദ്ദേഹം രക്ഷപ്പെടുന്നു, മുൻകൂർ ജാമ്യം ലഭിക്കുന്നു. അതിന് അപ്പീൽ പോകാൻ പോകുന്നു എന്ന് നിങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ, മീഡിയ വൺ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്തു. പെട്ടെന്ന് ആ തീരുമാനത്തിൽ നിന്ന് സർക്കാർ പിന്നോട്ട് പോകുന്നു. എന്താ കാരണം? അവിടെ ദുരൂഹമല്ലേ വിഷയം? രണ്ടാമത്തേത്, ഇപ്പോൾ സ്വാഭാവികമായിട്ടും സിദ്ദിഖിന് ജാമ്യം ലഭിച്ചില്ല, നല്ല കാര്യം. ഇത്തരത്തിൽ ഗൗരവമുള്ള കേസ്, സെൻസിറ്റീവായിട്ടുള്ള കേസ്, പൊതുസമൂഹം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കേസ്, ആ കേസിൽ കോടതി പരിഗണിക്കുമ്പോൾ, മുൻകൂർ ജാമ്യത്തിന് കൊടുത്തിരിക്കുമ്പോൾ ആ കേസിൽ കക്ഷിയെ അറസ്റ്റ് ചെയ്യുന്നതിന് തടസ്സമൊന്നുമില്ലല്ലോ. ഇല്ലെങ്കിൽ കോടതി പറയണം, കോടതിയുടെ പരിഗണനയിലാണ്, കോടതി മുൻകൂർ ജാമ്യ അപേക്ഷയിൽ തീരുമാനമെടുക്കുന്നത് വരെ അദ്ദേഹത്തിനെതിരെ നടപടി ഉണ്ടാകരുത്, അറസ്റ്റ് ചെയ്യരുത് എന്ന് കോടതി പറയണം. പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പറഞ്ഞിട്ടില്ലെങ്കിൽ കോടതിക്ക് നിർബന്ധമായും എപ്പോൾ വേണമെങ്കിലും കസ്റ്റഡിയിലെടുക്കുകയോ ചോദ്യം ചെയ്യുകയോ വേണ്ടി വന്നാൽ അറസ്റ്റ് രേഖപ്പെടുത്തുകയോ ചെയ്യാം.
പക്ഷേ ഇവിടെ എന്താ ഇനി അദ്ദേഹത്തിന് ഒരു സഹായം ചെയ്തു കൊടുത്തുന്നിരിക്കട്ടെ. അദ്ദേഹം കോടതി പിന്നെ ഇത്തരത്തിൽ ആൻറ്റിസിപ്പേറ്ററി ബെയിലിന് കൊടുത്തിരിക്കുന്നു. അതിൽ തീരുമാനം വരുന്നത് വരെ ഞങ്ങൾ വെയിറ്റ് ചെയ്യാം എന്ന് സ്വമേധയോ അല്ലെങ്കിൽ സമ്മർദ്ദത്തിന് വഴങ്ങിയോ അങ്ങനെ ഒരു തീരുമാനം എടുത്തെന്നിരിക്കട്ടെ. അപ്പോഴും ആ പ്രതിയെ അല്ലെങ്കിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആളിനെ ട്രേസ് ചെയ്യേണ്ടത്, ഫോളോ ചെയ്യേണ്ടത് പോലീസിൻ്റെ ബാധ്യതയാണല്ലോ. അദ്ദേഹത്തിന് ബെയിൽ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്താൽ, ആൻറ്റിസിപ്പേറ്ററി ബെയിൽ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്താൽ ആ നിമിഷം അദ്ദേഹം എവിടെയുണ്ട് എന്ന് നോക്കിയിട്ട് അറസ്റ്റ് ചെയ്യാമല്ലോ, കസ്റ്റഡിയിൽ എടുക്കാമല്ലോ, ചോദ്യം ചെയ്യാമല്ലോ. ആ അവസരം നഷ്ടപ്പെടുത്തിയത് മനഃപൂർവ്വമല്ലേ? അവിടെ നിങ്ങളുടെ സ്ത്രീ സുരക്ഷ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടോ? താങ്കൾ ചോദിക്കുന്നു ഞങ്ങൾക്ക് നിങ്ങൾ വിൻസെന്റിനെ കസ്റ്റഡിയിൽ എടുത്തുന്നേ, വ്യാജ പരാതിയുടെ പേരിൽ വിൻസെന്റിനെ കസ്റ്റഡിയിൽ എടുത്തുന്നേ, നിങ്ങൾ ജയിലിൽ അടച്ചുന്നേ. പിന്നെ എൽദോസ് കുന്നപ്പള്ളിയെ സംബന്ധിച്ച് എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ നിങ്ങൾ കേസെടുത്തു. അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം ലഭിച്ചതുകൊണ്ടാണ് നിങ്ങൾ അദ്ദേഹത്തിന് ബെയിൽ കൊടുക്കേണ്ടി വന്നത്. അപ്പോൾ ഇവിടെ ഈ കേസിൽ നിങ്ങൾ ഇരകൾക്കൊപ്പമാണെന്ന് പറയുകയും എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ അപ്പീൽ പോയിട്ടില്ല, നിൽക്കുകയും ചെയ്യും. എൽദോസ് കുന്നപ്പള്ളിക്ക് ജാമ്യം ലഭിച്ചതിന് അപ്പീൽ പോയിട്ടില്ല. അപ്പീൽ പോകാം. അല്ല, പോകണമെങ്കിൽ പോകാമായിരുന്നു. ഞങ്ങൾ ആരെങ്കിലും എതിർത്തോ പോകരുതെന്ന് പറഞ്ഞു? ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പോകരുതെന്ന്? ഞങ്ങൾ പറഞ്ഞാൽ ഇവർ കേൾക്കുമോ? ഇവിടെ പിന്നെ കൊച്ചു വെളുപ്പാൻ കാലത്ത് ഉണ്ടാകുന്ന പിന്നെ യുവജനങ്ങളുടെ മാർച്ചിൽ പ്രതിഷേധം നടത്തിയതിന്റെ പേരിൽ പിന്നെ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിനെ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്ത് താങ്കൾക്ക് ഓർമ്മയില്ലേ? അപ്പോൾ ഞങ്ങൾ തടസ്സപ്പെടുത്തിയിട്ടാണോ പിന്നെ എൽദോസിനെതിരെ അപ്പീൽ പോകാതിരുന്നത്? ശരി, എൻ്റെ വീണ്ടും ഉള്ള കൃത്യമായ ചോദ്യം, ഒറ്റ ചോദ്യം, സിദ്ദിഖിനെ സംബന്ധിച്ച് സിദ്ദിഖിന്റെ ആന്റിസിപ്പേറ്ററി ബെയിൽ ആപ്ലിക്കേഷൻ പരിഗണിക്കുമ്പോൾ, അല്ലെങ്കിൽ അദ്ദേഹം കഴിഞ്ഞ ദിവസം പൊതുവേദിയിൽ പങ്കെടുത്തത് എവിടെയാണെന്നൊക്കെ നമുക്കറിയാമല്ലോ. അവിടെ മുതലെങ്കിലും അദ്ദേഹം ഈ സ്പെഷ്യൽ ബ്രാഞ്ച് ഇന്റലിജൻസും ഒക്കെ എന്തിനാണ് പോലീസിന്റെ ഇത്രയും വലിയ മെഷീനറി, ഇത്രയും വലിയ സംവിധാനം? അദ്ദേഹത്തിന്റെ മൂവ്മെന്റ് നിങ്ങൾക്ക് കേരള പോലീസിന് ഫോളോ ചെയ്യാൻ കഴിയുന്നില്ല. ഞങ്ങൾ പിടിക്കും, എവിടെ പോയി ഒളിച്ചാലും പിടിക്കും. എന്തിനാണെന്ന് ഈ വെല്ലുവിളി? നിങ്ങൾക്ക് ആ നിമിഷം അദ്ദേഹത്തെ ട്രേസ് ചെയ്യാമായിരുന്നല്ലോ. നിങ്ങളുടെ ഒരു കണ്ണ് അദ്ദേഹത്തിന്റെ പിന്നിൽ ഉണ്ടായിരുന്നെങ്കിൽ. അതിനുള്ള സംവിധാനമുണ്ടല്ലോ കേരള പോലീസിന്. സംവിധാനമില്ലായിട്ടല്ല, വേണ്ട എന്ന് വിചാരിക്കുന്നുണ്ടാ. എന്തുകൊണ്ടാണ്? അവിടെയാണ് തുടരെ ഹൈക്കോടതി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് 5 വർഷവും കയ്യിൽ മേടിച്ചു വെച്ചിട്ട് അതിന്മേൽ അടയിരുന്നു എന്ന് പറയുന്നത്, അതിന്മേൽ നടപടി എടുക്കാതിരുന്നത്. ഇപ്പൊ ഏറ്റവും അവസാനം ആ റിപ്പോർട്ട് കോടതി മേടിച്ചു, കോടതി തുറന്നു പോലും നോക്കിയില്ല, കോടതി അന്വേഷണ ഉദ്യോഗസ്ഥർ കൊടുക്കാൻ പറഞ്ഞത്. അങ്ങനെ കോടതിയുടെയും സർക്കാർ വേണ്ട എന്ന് തീരുമാനിച്ച കാര്യങ്ങൾ കോടതിയുടെ ഭാഗമായി വന്നു. ഇനിയിപ്പോൾ പറയുന്നത് എന്താ? ഞാൻ ഒന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചോട്ടെ. അദ്ദേഹം പറയുന്നത് എന്താ? അവരുടെ പരാതിയില്ലാതെ കേസെടുക്കാൻ കഴിയില്ല. നമ്മൾ ഒത്തിരി ചർച്ച ചെയ്താ. എൻ്റെ ചോദ്യം, അവർ വന്ന് അവരാരും മൊഴി കൊടുക്കാൻ തയ്യാറായില്ല, നിങ്ങൾക്കെതിരെ കേസെടുക്കില്ല എന്ന് പറഞ്ഞു, എങ്കിലേ ഞങ്ങൾ പിന്നെ മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ അവരൊക്കെ ചെന്ന് മൊഴി കൊടുത്തെന്നാണ് പറഞ്ഞത്. എങ്കിൽ പിന്നെ അവർക്കൊരു ക്വസ്റ്റ്യനർ കൊടുത്താൽ മതിയായിരുന്നല്ലോ. നിങ്ങൾക്ക് ഇത്തരത്തിൽ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ട്, ഇല്ല. അത് ഏതുതരം അനുഭവങ്ങളാണ്, അല്ലെങ്കിൽ ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ. അവരുടെ ഒരു ക്വസ്റ്റ്യനർ കൊടുത്ത് ആളുടെ പേര് പറയാതെ മേടിക്കാൻ വരുന്നല്ലോ പ്രതിയുടെ. അവർക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ. ഇവിടെ അങ്ങനെയല്ലോ. ഇവിടെ ആര് ഏത് സന്ദർഭത്തിൽ എങ്ങനെ ഏതുതരം അതിക്രമമാണ് ഉണ്ടായത് എന്ന് റിപ്പോർട്ടിൽ കൃത്യമായി എഴുതി വെക്കുകയും അതൊരു റിട്ടയർഡ് ജസ്റ്റിസ് ആയിട്ട് കൂടി നിയമപരമായി നടപടിയെടുക്കണമെന്ന് അറിയാവുന്ന സർക്കാരിനും ഈ പറയുന്ന കമ്മിറ്റിയിലെ അംഗങ്ങൾക്കും അതിന്മേൽ സർക്കാരിന്റെ കൊടുത്തതിന് ശേഷം അവർ കൃത്യമായി കൊടുത്തു, സർക്കാരിന് കൊടുത്തതിന് ശേഷം അതിന്മേൽ അടയിരുന്നു എന്ന് പറഞ്ഞാൽ അതിന് എന്ത് ന്യായീകരണമാണെന്നേ? അത് മാത്രമല്ല, അതിനകത്ത് പോക്സോ കേസ് ഉൾപ്പെടെ, പോക്സോ വകുപ്പുകൾ ഉൾപ്പെടെ അട്രാക്ട് ചെയ്യുന്ന വകുപ്പുകൾ ഉണ്ടായിട്ടും അതിന്മേൽ അടയിരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ കുറെ അധികം ചർച്ച ചെയ്താണ്, 1.5 മാസം ചർച്ച ചെയ്ത വിഷയമാണ്. നമ്മൾ മറ്റു അതിഥികളിലേക്ക് കൂടി പോകണം. ശ്രീ പീയൂഷ, ഇവിടെ അനിൽകുമാർ ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യം, 2 കേസുകൾ, ഒന്ന് ഒരു MLA നടനുമായ മുകേഷ്, മറ്റൊരാൾ നടൻ സിദ്ദീഖ്. ഒന്നിൽ ബലപ്രയോഗമില്ല എന്ന് ജാമ്യം അനുവദിച്ചുകൊണ്ട്, മുൻകൂർ ജാമ്യം അനുവദിച്ചുകൊണ്ട് കോടതി ചൂണ്ടിക്കാട്ടിയെന്നാണ് അനിൽകുമാർ വാദിക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയത് എന്ന് സൂചന അതിലുണ്ട്. എന്താണ് ഈ റേപ്പ് കേസിലെ ബലപ്രയോഗവും അതില്ലായ്മയും തമ്മിലുള്ള വ്യത്യാസം? ഞാൻ അത്ഭുതപ്പെടുമായിരുന്നു, എങ്ങനെയാണ് ഒരു അഭിഭാഷകനായ അദ്ദേഹം ബലപ്രയോഗമുണ്ടെങ്കിൽ റേപ്പ് ആവുള്ളൂ എന്ന് വിശദീകരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. അതൊരു തെറ്റിദ്ധരിപ്പിക്കലാണ്. കാരണം കൺസെൻറ്റ് എന്നുള്ളത് തന്നെ ഇപ്പോൾ ഈ അടുത്ത കാലത്തൊക്കെ വളരെ ബ്രോഡായിട്ടുള്ള ഡെഫിനിഷൻ വന്നിട്ടുണ്ട്. അതായത് കൺസെൻറ്റിലേക്ക് എത്തിക്കുന്ന പ്രവണത, അതുപോലെ തന്നെ സൈക്കോളജിക്കലായിട്ട് കൺസെൻറ്റ് നേടുക, അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് പഠനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ആ രീതിയിലൊക്കെയാണ് പ്രഗത്ഭരായ അഭിഭാഷകരും അതുപോലെ തന്നെ നീതിന്യായ വിദഗ്ധരും ഒക്കെ ഈ കൺസെൻറ്റ് എന്നുള്ളത്
അപ്പോൾ കൺസെൻറ്റ് തന്നെ ഇൻഡ്യൂസ് ചെയ്തുണ്ടാക്കുന്ന കൺസെൻറ്റ്. അപ്പം അതിൽ ഈ ബലപ്രയോഗമാണെന്ന്, ഇത് പഴയ ബാലൻ കെ നായരുടെ ബലാത്സംഗം എന്ന് പറയാറുണ്ടല്ലോ നമ്മൾ സിനിമയിൽ, അതുപോലത്തെ ഒരു ബലാത്സംഗമാണോ ഈ അഭിഭാഷകനായിട്ടുള്ള അനിൽകുമാർ വിഭാവന ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. ഇത് വളരെ ആണധികാരത്തിൻ്റെ ഒരു പ്രഘോഷണമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ മുകേഷ് പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഈ ബലപ്രയോഗമില്ലാത്തത് കൊണ്ട് ജാമ്യം കിട്ടും എന്നുള്ളത്. പിന്നെ മറ്റൊരു കാര്യം എനിക്ക് അതിനോട് ചേർത്ത് പറയാനുള്ള, മുകേഷിൻ്റെ മുൻകൂർ ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള കോടതി വിധിയിൽ ഒരുപാട് വിക്ടിം ബ്ലെയിമിംഗ് ഉണ്ട്. അഭിഭാഷകയായിരുന്ന ആൾ ഇത് അറിയണമായിരുന്നു, അത് നമ്മളതിനെ പ്രതിഷേധിച്ചിട്ടുണ്ട്. കാരണം അത് ശരിക്കും സർക്കാർ തന്നെ അത് നീക്കം ചെയ്യേണ്ടതായിരുന്നു. കാരണം ആ വിക്ടിമായിട്ടുള്ള സ്ത്രീയെ വളരെയധികം അപമാനിക്കുന്ന, അവരുടെ സ്വകാര്യതയെക്കുറിച്ചും ഒക്കെ വളരെയധികം പ്രതിഷേധാത്മകമായ തരത്തിലുള്ള പരാമർശങ്ങളുള്ള ഒരു കോടതി വിധിയായിരുന്നു അത്. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, അപ്പോൾ ഈ സിദ്ദിഖിൻ്റെ ജാമ്യം നിഷേധിക്കുന്ന സമയത്തും അതിജീവിതയായിട്ടുള്ള പെൺകുട്ടി പറഞ്ഞു ഈ SIT-യിൽ കൊടുത്തിട്ടുള്ള കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള മൊഴികൾ പുറത്തു പോയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ FB അക്കൗണ്ട് ഡിലീറ്റ് ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ആ FB അക്കൗണ്ടിൽ നിന്നാണ് എങ്ങനെയാണ് ഈ കുട്ടിയെ നില തിയേറ്ററിലേക്ക് എത്തിക്കുന്നത്, അതുപോലെ തന്നെ ഇതുപോലുള്ള ഒരു റേപ്പിൻ്റെ ഇത് ഇയാൾ മനസ്സിലാക്കി കൊണ്ടുവരുന്നത്. കാരണം അല്ലെങ്കിൽ അയാൾ എന്തിനാ അത് ഡിലീറ്റ് ചെയ്തത്? അയാൾ തെളിവ് നശിപ്പിച്ചു, ഒന്നുമില്ലെന്ന്. എനിക്ക് ഈ സർക്കാരിനെ ന്യായീകരിക്കാൻ വേണ്ടി ഈ നിയമത്തിനെ ദുർവ്യാഖ്യാനം ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ഈ തെളിവ് ഇപ്പോൾ എവിഡൻസ് ആക്ടിലൊക്കെ ഉള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയുന്നതല്ലേ ഓരോന്നും എത്രമാത്രം പ്രസക്തമാണ് എന്നുള്ളത്. കാരണം ഈ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ അയാൾ വേറെയും പെൺകുട്ടികളോട് അല്ലെങ്കിൽ യുവതികളോട് സംസാരിച്ചിട്ടുണ്ടോ എന്നൊക്കെ സംശയം ആരൊക്കെ റെഫർ ചെയ്യുന്നത് കണ്ടിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും പിന്നെ ഇവിടെ ഈ ഇദ്ദേഹം പറയുന്നതിനേക്കാൾ അതിനകത്ത് ഒരു വലിയ മാനമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് തന്നെയാണല്ലോ സിദ്ദിഖ് അത് ഡിലീറ്റ് ചെയ്തതും. പിന്നെ അതേപോലെ തന്നെ അങ്ങേരുടെ ഫോൺ വാട്സപ്പിൻ്റെ കാര്യങ്ങളും അയാൾ ഡിലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഈ അന്വേഷണത്തിലുള്ള പാളിച്ചകൾ തന്നെയാണ് ഇത്. പിന്നെ ഇപ്പോൾ ഒരു ഹേമ കമ്മിറ്റിയെ വെച്ചു, അതുപോലെ തന്നെ SIT-നെ വെച്ചു, അതൊക്കെ ഒരു ഔദാര്യമാണ്. സ്ത്രീകൾക്കുള്ള നീതി ഔദാര്യമായിട്ട് കണക്കാക്കരുത്, ഈ സർക്കാരിൻ്റെ ഒരു ഭയങ്കര സംഭവമായിട്ട് കണക്കാക്കരുത്. കാരണം ഈ ഹേമ കമ്മിറ്റി വന്നത് തന്നെ എങ്ങനെയാണ്, ലോകം കണ്ടിട്ടില്ലാത്ത രീതിയിൽ ഈ കൊട്ടേഷൻ ബലാത്സംഗം നടന്നതിന് ശേഷമാണ് അതിൻ്റെ, നമുക്കറിയാം ഇപ്പോഴും അതെങ്ങനെയാണ് വളരെ സങ്കീർണമായിട്ടുള്ള ഒരുപാട് സ്വാധീനങ്ങളിലൂടെയാണ് പോകുന്നത്. അതിജീവിതയും അതിൻ്റെ സാക്ഷികളായിട്ടുള്ള ആൾക്കാരും WCC രൂപീകരിച്ചതിന് ശേഷം അതിലെ അംഗങ്ങളും ഒക്കെ നേരിടുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കാം. അതൊന്നും കാണാതെ ഇതൊക്കെ സർക്കാരിൻ്റെ നമ്പർ 1, നമ്പർ 2, നമ്പർ 3 ക്രെഡിറ്റ്സ് ആയിട്ട് കൊടുക്കരുത്. സർക്കാർ ചെയ്യാൻ നിർബന്ധിക്കപ്പെട്ടതാണ്, എന്നിട്ടത് മര്യാദയ്ക്ക് ചെയ്യുന്നില്ല. ഇപ്പം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്തുകൊണ്ടാണ് ഹൈക്കോടതി എല്ലാ പ്രാവശ്യവും ഇത്തരത്തിൽ കേസ് പരിഗണിക്കുമ്പോൾ പറയുന്നത് 5 കൊല്ലം അടയിരുന്നു എന്നുള്ളത്? ശരിക്കും ചെയ്യേണ്ടിയിരുന്നത് ഹൈക്കോടതി പറഞ്ഞില്ലേ അത് പരാതിയായിട്ട് കണക്കാക്കാമെന്ന്. എന്ന് മാത്രമല്ല, എന്തുകൊണ്ട് റിപ്പോർട്ട് പുറത്തു കൊടുക്കാതിരുന്നത്? വിവരാവകാശം പോകുന്നതിന് മുമ്പ് സർക്കാരിന് അതിലെ ആകെ ഹേമ കമ്മിറ്റി പറഞ്ഞത് അതിലെ സ്വകാര്യത സംരക്ഷിക്കപ്പെടണമെന്ന് മാത്രമാണ് പറഞ്ഞത്. അതിൽ നടപടിയെടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല, ആ റിപ്പോർട്ട് പുറത്തു കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ എന്നിട്ട് ആ റിപ്പോർട്ട് ഉപയോഗിക്കുന്നേ ഇല്ല, റിപ്പോർട്ട് എവിടെ സൂക്ഷിച്ചു വെക്കുന്നു. അതിനുശേഷം നിരന്തര സമ്മർദ്ദങ്ങളും RTI ഉപയോഗിച്ചിട്ടുള്ള അപേക്ഷയൊക്കെ വന്നതുകൊണ്ട് മാത്രമല്ലേ അത് പുറത്തെത്തിക്കുമ്പോഴും എല്ലാ മന്ത്രിമാരും എല്ലാവരും എന്താ പറഞ്ഞ ഒരു നടപടി എടുക്കാൻ സാധിക്കില്ല, ഇനി എല്ലാവരും പരാതിയായിട്ട് അതാത് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഇങ്ങനെ പരാതി കൊടുത്ത് അതങ്ങനെ ആയാലേ പറ്റുള്ളൂ. ഇപ്പം അതൊക്കെ മാറിയില്ലേ? ഇപ്പം എങ്ങനെയാണ് അത് മാറിയത്? അപ്പോൾ സാധ്യതകൾ ഉപയോഗപ്പെടുത്താതെ ശരിക്കും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ എന്തൊക്കെയോ ചെയ്തു എന്ന് പറയരുത്. മാത്രമല്ല, ഈ സ്ത്രീകൾ ഈ രാജ്യത്തെ പൗരന്മാരാണ്. 50% വരുന്ന സ്ത്രീകൾ ഈ നാട്ടിൽ ജീവിക്കുന്നവരാണ്. അവർക്കിഷ്ടമുള്ള തൊഴിൽ ചെയ്ത് ആത്മാഭിമാനത്തോടു കൂടി ജീവിക്കാനുള്ള അവസ്ഥ ഉണ്ടാക്കേണ്ടത് ഈ ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. അല്ലാതെ ഈ സർക്കാർ അങ്ങനെ സ്ത്രീകൾക്ക് വേണ്ടി അത് ചെയ്തു ഇത് ചെയ്തു എന്നൊന്നും പറയല്ലേ. നമ്മളൊക്കെ ഇവിടെ ജീവിക്കുന്നത് തന്നെ നമ്മൾ കാണുന്നുണ്ട്. ഇപ്പം ഈ അതിജീവിതത്തെ തന്നെ ഞാൻ വേറൊരു ചാനലിൽ കണ്ടു, എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നതെന്നറിയോ ആ കുട്ടിയെക്കുറിച്ച്. അവിടെ ചൈനയിൽ കേസുണ്ട്, മറ്റിടത്ത് കേസുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക. കാരണം
കുറേ കാര്യങ്ങൾക്ക് നമുക്കറിയാം സമൂഹത്തിൽ മാറ്റം വരണം. പക്ഷെ ഒരു ഭരണകൂടം എന്നുള്ള നിലയ്ക്ക് ഈ പ്രത്യേകിച്ചും ഈ സിനിമ എന്നുള്ളത് ഒരു തൊഴിൽ കൂടിയാണ്. അത് ഈ ആണധികാരം മാത്രം വെച്ച് വിളമ്പുന്ന സ്ഥലമല്ല. അവിടെ സ്ത്രീകൾക്ക് തൊഴിലെടുത്ത് ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കണം. അത് സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്തം. അത് മാറിയിട്ട് കാര്യമില്ല. അത് പറ്റില്ല, ഇത് പറ്റില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം സ്ത്രീകൾക്ക് ഒരു പൗരാവകാശം, ഭരണഘടന അനുശാസിക്കുന്ന അവസരങ്ങളും അവകാശങ്ങളും പിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ ഈ ഭരണകൂടം പരാജയമാണെന്ന് നമ്മൾ പറയും. അല്ലാതെ അത് ചെയ്ത് ഇത് ചെയ്ത് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ട് അതിനെക്കുറിച്ച് മേനി നടിച്ചിട്ട് കാര്യമില്ല. ഇപ്പം തന്നെ ഇന്ന് മുൻകൂർ ജാമ്യം നിഷേധിക്കുന്ന സമയത്ത് സിദ്ദിഖ് അറസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നെങ്കിൽ നമുക്ക് മനസ്സിലാക്കാമായിരുന്നു ഇതിനകത്ത്, അതായത് ഇതിനകത്തൊരു ശരിയായ രീതിയിൽ അന്വേഷണം, ശരിയായ രീതിയിലുള്ള പ്രോസസ്സ് നടക്കുന്നുണ്ട് എന്നുള്ളത്. ഇപ്പം ഇല്ല, ഇനിയിപ്പം ഭയങ്കര തെരച്ചിലായിരിക്കും. അവസാനം കാണുമോ കാണാതിരിക്കുമോ, എന്തെങ്കിലും ചെയ്യട്ടെ, അയാൾ വിദേശത്തേക്ക് പോയോ ഒന്നും അറിയില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അപ്പീലിന് വേണ്ടി അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്, അദ്ദേഹത്തിന് അഭിഭാഷകൻ ശ്രമിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന അനൌദ്യോഗിക വിവരം. നമുക്ക് നോക്കാം. തീർച്ചയായും അദ്ദേഹത്തിന് നമുക്ക് കുറ്റം പെടാൻ പറ്റില്ല. അതിഥികളിലേക്ക് തിരികെ. ശ്രീ അനിൽകുമാർ, അങ്ങ് ഈ മുകേഷിന്റെ കേസിലെ ബലപ്രയോഗവും സിദ്ദിഖിന്റെ കേസിലെ ബലപ്രയോഗവും മുകേഷിന്റെ കേസിലെ ബലപ്രയോഗവും ഇല്ലായ്മയും പറഞ്ഞത് ഇന്ന് പീയൂഷ് നൽകിയ മറുപടി അങ്ങ് കേട്ട് കാണും. അത് അങ്ങേ അഭിഭാഷകനായി അങ്ങേ ഓർമ്മിപ്പിക്കേണ്ടി വരുന്നതിൽ തന്നെ വിഷമമുണ്ട്. എന്താണ് കൺസെൻറ്റ്, എന്താണ് മാനുഫാക്ചറിങ് കൺസെൻറ്റ്, മാനിപ്പുലേറ്റിംഗ് കൺസെൻറ്റ്, ഇതൊക്കെ അങ്ങേക്കും അറിയാവുന്നതാണ്. അങ്ങേയും ഇത്തരം കേസുകൾ വാദിക്കാറുള്ള ഒരാളാണല്ലോ. എൻ്റെ ക്വസ്റ്റ്യൻ അതല്ല. ഇനി ബലപ്രയോഗം ഇല്ലാത്തത് കൊണ്ടാണ് മുകേഷിന് ജാമ്യം നൽകിയത് എന്ന് കോടതി പറഞ്ഞു എന്ന് തന്നെ ഇരിക്കട്ടെ, അതിനെ സർക്കാർ, പാർട്ടി അനുകൂലിക്കുന്നുണ്ടോ? അതിന് അപ്പീൽ പോണ്ടേ? നിങ്ങൾ ഈ എന്തൊരു ചർച്ചാ വിദഗ്ധന്മാരാണെന്ന് ഞാൻ അത്ഭുതപ്പെട്ടു പോവുകയാണ്. നമ്മൾ എന്താണ് ഒരു ബെയിൽ ഓർഡറിനെ കുറിച്ച് പറയുന്നത്, ഉടനെ അത് വെച്ചിട്ട് ബലപ്രയോഗത്തെക്കുറിച്ച് ഞാനെന്തോ പുതിയ വ്യാഖ്യാനം ഉണ്ടാക്കിയെന്നൊക്കെ ഈ രണ്ടാളുകളോട് കൂടി ഇവിടെ പറയാൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ നിലവാരത്തിലുള്ള കാര്യങ്ങൾ കണ്ടാൽ മതി. ഞാനങ്ങനെ പറയുന്ന ആളല്ല. ഞാൻ ആ കോടതി വിധിയെക്കുറിച്ചാണ് പറഞ്ഞത്. മിനിമം ആ കോടതി വിധി വായിച്ചിട്ട് ഈ ചർച്ചയ്ക്ക് വരാനുള്ളൊരു അന്തസ്സ് നിങ്ങൾക്ക് രണ്ടുപേർക്കും വേണമായിരുന്നു. അത്ര ചെയ്യണമായിരുന്നു. മുകേഷിനെ കുറിച്ച് ഇത്രയും നേരം വർത്തമാനം പറഞ്ഞല്ലോ. ആ ആൾക്ക് ജാമ്യം കൊടുത്ത കോടതി വിധി ഒന്ന് വായിച്ചിട്ട് ഈ ചർച്ചയ്ക്ക് വന്നിരുന്നെങ്കിൽ ഞാൻ എന്തോ പറഞ്ഞു, ഞാൻ എന്തോ തെറ്റായി പറഞ്ഞു എന്ന് നിങ്ങളാരും പറയില്ല. പിന്നെ ഇവിടെ ആണധികാരത്തെക്കുറിച്ച് പറഞ്ഞ ഒരാൾ പറഞ്ഞത് സിദ്ദിഖിൻ്റെ ഭാഗത്ത് കുറ്റമൊന്നും പറയാൻ പറ്റത്തില്ല. അവസാനത്തെ വാചകമാണ് കേട്ടോ. പിന്നെ കുറ്റം മുഴുവൻ സർക്കാരിനാണ്. അത് എനിക്ക് നല്ല വെടുപ്പായിട്ട് മനസ്സിലായിട്ടുണ്ട്. ഇങ്ങനെ കുറേ ആളുകളുണ്ട്, സർക്കാരിന് കിടക്കപ്രതിയില്ല. ഇവിടുത്തെ സിനിമയിലെ ആണുങ്ങളെ മുഴുവൻ പ്രതികളാക്കി, ഇവിടുത്തെ സിനിമയിലുള്ള വനിതകളെ മുഴുവൻ വാദികളാക്കിയിട്ട് കേസെടുക്കാൻ പറ്റുമോ? കേസെടുക്കണം. നമ്മുടെ രാജ്യത്തെ നിയമവ്യവസ്ഥ എന്താണെന്ന് പച്ച മലയാളത്തിൽ നിന്നും മനസ്സിലാക്കണം ആദ്യം. ഒരാൾ ഒരു SHOയ്ക്ക് മുമ്പാകെ പറയാതെ കേസെടുക്കാനാവില്ല, ഇല്ലെങ്കിൽ SHOയ്ക്ക് മുമ്പാകെ ഒരു വിവരം ലഭിക്കാതെ കേസെടുക്കാനാവില്ല. അതുകൊണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വെച്ചിട്ട് കേസെടുത്തോളാൻ അത് പരാതിയായി കണക്കാവുന്ന ഹൈക്കോടതി പറഞ്ഞു എന്നൊക്കെ ഒരാളിവിടെ പറയുകയാണ്. അതങ്ങനെ ഹൈക്കോടതി പറഞ്ഞിട്ടില്ലല്ലോ. ഹൈക്കോടതി പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ SIT ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പറയുന്ന വ്യക്തികളെ അങ്ങോട്ട് പോയി കണ്ടിട്ട് അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ മൊഴി എടുത്തിട്ട് അതാത് സ്റ്റേഷനുകളിൽ FIR ആക്കാനല്ലേ പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ പറഞ്ഞൊരു കേസിനകത്താണ് ഇപ്പോൾ ഇവിടെ വന്ന് വാദിച്ച് ഞങ്ങളെ ആരാണ്ട് സ്ത്രീകൾക്കെതിരും ഇവർ കുറേ പേര് സ്ത്രീകൾക്ക് വേണ്ടി നിൽക്കുന്നവരുമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അഡ്വക്കേറ്റ് അനിൽകുമാർ, ഈ കോഗ്നിസിബിൾ ഒഫൻസ് നടന്നു എന്നൊരു വിവരം പോലീസിന് ലഭിക്കുകയാണെന്നിരിക്കട്ടെ. അനിൽകുമാർ അഭിഭാഷകനായതുകൊണ്ടാണ് ഞാൻ വീണ്ടും ചോദിക്കുന്നത്. ഒരു കോഗ്നിസിബിൾ ഒഫൻസ്, ഒരാൾ കൊന്നു, ഒരു നിമിഷം അനിൽകുമാർ, ഒരാൾ കൊന്നു എന്ന വിവരം, ഒരു നിമിഷം, ഒരാളെ കൊന്നു എന്ന വിവരം പോലീസിന് ലഭിച്ചു. ആ കൊല്ലപ്പെട്ടയാളോ അല്ലെങ്കിൽ സാക്ഷിയോ പോയി പോലീസിൽ പോയി പറഞ്ഞാലേ അതിൽ അന്വേഷിക്കൂ, കേസെടുക്കൂ, FIR ഇടൂ എന്നാണോ നിങ്ങൾ പറയുന്നത്? നിങ്ങൾ വിഡ്ഢിത്തരം പറയാനിരിക്കരുത് കേട്ടോ. ഒരാളെ കൊന്നു എന്ന് പറഞ്ഞാൽ പറയാൻ ഒരാളുണ്ടോ? ഇന്നയാളെ കൊന്നു എന്ന അജിംസ് ഒരു പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പറഞ്ഞു നിങ്ങൾ പറയുന്ന ആളായി. അത് പറയണമെന്നല്ല നിങ്ങൾ പറയുന്നത്. അപ്പോൾ ജസ്റ്റിസ് ഹേമ പറഞ്ഞത് എന്താണ്? മലയാള സിനിമയിൽ നൂറുകണക്കിന് സ്ത്രീകൾ റേപ്പ് ചെയ്യപ്പെടുന്നു. മലയാള സിനിമയിൽ നൂറുകണക്കിന് പേർ ലൈംഗിക ചൂഷണം നേരിടുന്നു. ഇതൊക്കെ കോഗ്നിസിബിൾ ഒഫൻസ് ആണ്. ഇത് ജസ്റ്റിസ് ഹേമ പറഞ്ഞാൽ അത് പോലീസ് DGP റിപ്പോർട്ട് വായിച്ച് മടക്കിയതാണെന്നേ. DGP ലോക്നാഥ് ബെഹ്റ റിപ്പോർട്ട് വായിച്ച് മടക്കിയതാണ്. അയാൾക്ക് തോന്നിയില്ല ഇതിൽ കേസ്. ഇതാണ് പ്രശ്നം. അജിംസ് ആദ്യം അജിംസ് ഇപ്പോൾ പറഞ്ഞതിൻ്റെ മണ്ടത്തരം മനസ്സിലായല്ലോ.
ഒരാളെ കൊന്നുവെന്ന് പോയി പറഞ്ഞാൽ കേസെടുക്കാൻ പാടില്ലെന്നാണോ ഞാൻ പറഞ്ഞത്? അങ്ങനെ ഒരാളെ കൊന്നു എന്ന കാര്യം പറയാൻ ഒരാളുണ്ടാകണം. അത് പറയേണ്ടത് പോലീസ് ഒരാളാണ് ജസ്റ്റിസ് ഹേമ, മിസ്റ്റർ അനിൽകുമാർ. ഇനി ഒരാളാണ് ജസ്റ്റിസ് ഹേമ. ജസ്റ്റിസ് ഹേമ കൊടുത്ത റിപ്പോർട്ടിൽ അതുണ്ട് വിവരങ്ങൾ, കുറ്റകൃത്യത്തിന്റെ വിവരങ്ങളുണ്ട്. കേസെടുത്തില്ല. അല്ല, അതാ നിങ്ങൾക്ക് തെറ്റിയത്. നിങ്ങൾക്ക് തെറ്റി സാർ. നിങ്ങൾ ഏത് ലോകത്താണ് നിങ്ങൾ ജീവിക്കണത്? ജസ്റ്റിസ് ഹേമ പറഞ്ഞത് അവരോട് ഒരാൾ പോലും പറയാൻ തയ്യാറായില്ല, ഒരാളും വിവരം വെളിപ്പെടുത്താൻ തയ്യാറായില്ല. അവസാനം ഹേമ ഒറ്റയ്ക്ക് വിളിച്ചിട്ട് അവരുടെ സമയത്തിന് അവിടെ പോയിട്ട് നിങ്ങൾക്ക് ആ വിവരം പറഞ്ഞാൽ മതി, ഞാൻ ഒപ്പിട്ട് പോലും തരികയില്ല എന്ന് പറഞ്ഞ വിടുത്ത് വിവരം ശേഖരിച്ച് എഴുതി കൊടുത്തിരിക്കുക കുറേത്. ഇതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കണം, അതായത് പരാതി പറയാൻ പോലും ഇരകൾ മടിക്കുന്ന ഒരു സാഹചര്യം. നോക്കൂ അനിൽകുമാർ, നിങ്ങൾ ഇങ്ങനെ ഇൻസെൻസിറ്റീവ് ആയിട്ട് സംസാരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഒരൊറ്റ ഉദാഹരണം, സിദ്ദീഖിനെതിരെ പരാതി കൊടുത്ത ആ യുവതി, ഒരു നിമിഷം, സിദ്ദീഖിനെതിരെ പരാതി കൊടുത്ത യുവതി കഴിഞ്ഞ 2019 ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് പ്രതികരിക്കുന്നത്. ഇന്ന് കോടതിയിൽ പ്രതിഭാഗം വാദിക്കുന്നത് എന്താണ്? ഇവരെന്തുകൊണ്ട് പരാതിപ്പെട്ടില്ല എന്നാണ്. എന്തുകൊണ്ടാണ് ഇരകൾ പരാതിപ്പെടാത്തത്? എന്തുകൊണ്ടാണ് ജസ്റ്റിസിന് മുമ്പിൽ, ജസ്റ്റിസ് ഹേമയ്ക്ക് മുമ്പിൽ പരാതി പറയാൻ തയ്യാറാവാത്തത്? അവരെ സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ ഒരു ഭരണകൂടമില്ല എന്ന പേടിയാണ്. അതുകൊണ്ടാണ് സിദ്ദീഖ് ഇപ്പോഴും അറസ്റ്റ് ചെയ്യപ്പെടാത്തത്. ഇത് മറ്റ് അതിജീവിതമാരും മറ്റ് പരാതിക്കാരും ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. സിദ്ദീഖ് സ്വതന്ത്രനായി വിവരിക്കുന്നു, എവിടെയാണെന്ന് അറിയില്ല. ഇതാണ് പ്രശ്നം. നിങ്ങൾ എന്തുകൊണ്ട് പരാതിപ്പെടാൻ വൈകി? എന്തുകൊണ്ട് ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ മുമ്പിൽ അവർ പറഞ്ഞില്ല ഞങ്ങൾക്ക് കേസെടുക്കാൻ പറ്റില്ല? വിവരമുണ്ട്, ഇത്തരം വിവരങ്ങൾ സർക്കാരിന് മുമ്പിൽ വന്നിട്ടുണ്ട്, അവർ അന്വേഷിക്കണം, അന്വേഷിച്ചില്ല. ഇതാണ് പ്രശ്നം. ഇത് എത്രയോ തവണ നമ്മൾ ചർച്ച ചെയ്തതാണ്. ഒരു കാര്യം മനസ്സിലാക്കുക, ഒരു കോടതി ഈ കാര്യം കൈകാര്യം ചെയ്യുന്നുണ്ട്. ആ കോടതി പറയാത്ത കാര്യം കോർട്ടിട്ടുകൊണ്ട് അജിംസ് പറഞ്ഞാൽ വിധിയാവുമോ? കോടതി പറഞ്ഞു കഴിഞ്ഞു അനിൽകുമാർ. കുറഞ്ഞ പക്ഷം മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ ശ്രദ്ധിക്കൂ. കോടതി എന്താണ് SITക്ക് കൈമാറണം, എന്നിട്ട് അതിൽ കേസെടുക്കാൻ പറ്റുമോ എന്ന് നോക്കണം. അതല്ലേ പറയുന്നത്. പറയട്ടെ, നോക്കിയിട്ട് ആരെങ്കിലും പരാതി പറയാൻ തയ്യാറുണ്ടോ? അവരുടെ ഇന്ന് മൊഴി എഴുതി വാങ്ങിച്ചിട്ട് ബന്ധപ്പെട്ട SHO എടുത്ത് FIR എടുക്കാനാണ് കേരള പോലീസ് തയ്യാറായിരിക്കുന്നത്. എന്തുകൊണ്ടാണ് പരാതി പറയാൻ തയ്യാറാവാത്തത്? ഈ ഇരകൾ ഹേമ കമ്മിറ്റിയുടെ മുമ്പിൽ പറഞ്ഞിട്ട് പരാതി കൊടുക്കാൻ, ഔദ്യോഗികമായി പരാതി കൊടുക്കാൻ തയ്യാറാവാത്തത് എന്തുകൊണ്ടാണ്? അതാണ് എന്റെ ക്വസ്റ്റ്യൻ. എന്തുകൊണ്ടാണ് തയ്യാറാവാത്തത്? ഈ സിദ്ദീഖിനെതിരെ പരാതി നൽകിയ ആ സ്ത്രീ പോലും അവർ എത്രയോ നാളുകൾ കഴിഞ്ഞ് പരാതി കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്? ഭയമാണ്. ഈ ഭയം നിലനിൽക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം അനിൽകുമാർ. അതിന് ഇരകളെ ബ്ലെയിം ചെയ്യല്ല വേണ്ടത്. ആരും പരാതി കൊടുക്കാൻ വരുന്നില്ല എന്ന് ബ്ലെയിം ചെയ്യല്ലേ പ്ലീസ്. അത് വിക്ടിം ബ്ലെയിമിംഗ്. അതാണ് ഇന്ന് ജാമ്യ ഉത്തരവിൽ ഇന്ന് കോടതി അതിനിശ്ചിതമായി വിമർശിച്ചത് അതിനെയാണ്. അനിൽകുമാർ പറയുന്നത് കേൾക്കൂ. ഇന്നത്തെ ജാമ്യ ഉത്തരവിൽ കോടതി അതിനിശ്ചിതമായി വിമർശിച്ചത് അതാണ്. പ്രതിഭാഗം വാദിക്കുന്നത് എന്തുകൊണ്ട് അവർ പരാതി കൊടുത്തില്ല? അതിന് കൃത്യമായി ഇരയ്ക്ക് വേണ്ടി ഹാജരായ ഹരീഷ് വാസുദേവൻ കൃത്യമായി വാദമുഖങ്ങൾ നിരത്തി എന്തുകൊണ്ട് ഇരകൾ പരാതി കൊടുക്കുന്നില്ല. അവർക്ക് പല കാരണങ്ങളുണ്ടാവും. ആ കാരണങ്ങൾ ഉത്തരവിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് അനിൽകുമാർ. നിങ്ങളിപ്പോൾ ഒത്തിരി സമയമെടുത്തു, എനിക്ക് വർത്തമാനം പറയാൻ അവസരമില്ല. അങ്ങ് പറയും. നിങ്ങൾ തന്നെ പ്രഭാഷണം നടത്തുകയാണ്, പിന്നെ നിങ്ങളൊക്കെ നടത്തുക. അല്ല, നിങ്ങൾ ഈ പരിപാടി നടക്കില്ല. നിങ്ങൾ ഉത്തരം പറയാനാണ് എനിക്ക് പറയാനുണ്ട്. ഒരു കാര്യം പറയാം. ഇപ്പോൾ മുകേഷിൻ്റെ കേസ് പറഞ്ഞല്ലോ, അതിലെ ഏറെ പ്രതിയായിട്ടൊരു കേസ് വന്നിരിക്കുന്നു. അവരെക്കുറിച്ച് വന്ന കേസ് എന്താ? നിങ്ങൾ ഈ പറഞ്ഞ പോലെ കേസ് കൊടുക്കാൻ ഭയമായിട്ടാണോ ആ കേസ് താമസിച്ചത്? അത് പോക്സോ കേസാണ്. എന്താ പറഞ്ഞത്? സിനിമാ മേഖലയിൽ ഈ പരിപാടിയാണ് നടക്കുന്നത് എന്ന് പറഞ്ഞ് എന്നെ പിടിച്ചോണ്ട് പോയി എന്നല്ലേ ആ കുട്ടി പറയുന്നത്? പോക്സോ കേസിലെ വാദി പറയുന്നത്. ഇതല്ലേ നമ്മൾ മാധ്യമങ്ങൾ കാണുന്നത്. നിങ്ങളത് കേട്ടില്ലേ? അതിനർത്ഥം എന്താണ്? ഭയം കൊണ്ട് മാത്രമാണ് പരാതി വരാതിരുന്നത് എന്ന് നിങ്ങളുടെ വാദം തെറ്റാണെന്ന് മുകേഷ് പ്രതിയായ കേസിലെ വാദി ഇപ്പോൾ പോക്സോ കേസിൽ പ്രതിയാകുകയാണ്. എന്തെല്ലാം ആ സിനിമാ മേഖല നടക്കുന്നത്? പോക്സോ കേസിൽ പ്രതിയാണ്. ഇതെല്ലാം നടക്കുന്നതിനിടയ്ക്ക് സർക്കാരിനെ കൊലപാതകം നടത്തിയെന്നിരിക്കട്ടെ, അവരുടെ കംപ്ലൈന്റിൽ സാധുത വാലിഡിറ്റി ഇല്ലാതാവുന്നുണ്ട്. പരിപാടിക്ക് നിൽക്കാൻ നേരമില്ല. അങ്ങനെയല്ല ഞാൻ ചോദിച്ചത്. അങ്ങ് പറയാണ് അവർ പോക്സോ കേസിലെ പ്രതിയാണെന്ന് പറയുന്നു. നേരമില്ല. ഒരു നിമിഷം അനിൽകുമാർ, അങ്ങ് പറയുന്നു ഒരു പരാതിക്കാരി പോക്സോ കേസിലെ പ്രതിയാണ്. ഇനി പോക്സോ കേസിലെ പ്രതി തന്നെയാണെന്നിരിക്കട്ടെ, അവർ കൊലക്കുറ്റം ചെയ്ത ആളാണെന്നിരിക്കട്ടെ, അവർക്കെതിരെയുള്ള അവർ ഉന്നയിക്കുന്ന പരാതിക്ക് വാലിഡിറ്റി ഇല്ല എന്നാണ് പറയുന്നത്. എനിക്ക് നിങ്ങളുടെ പരിപാടിക്ക് നിൽക്കാൻ സൗകര്യമില്ല. ഓക്കെ, അല്ല അങ്ങ് പറഞ്ഞോളൂ. എന്റെ ക്വസ്റ്റിന് മറുപടി പറഞ്ഞു. സൗകര്യമില്ല. നിങ്ങളുടെ പരിപാടിക്ക് നിൽക്കാൻ സൗകര്യമില്ല. അനിൽകുമാർ അസഹിഷ്ണുവാകുന്നത് എന്തുകൊണ്ടാണെന്ന് ഇന്ന് കോടതി ചൂണ്ടിക്കാട്ടിയ വിക്ടിം ബ്ലെയിമിംഗ് തന്നെയാണ് ഇവിടെ നടത്തുന്നത്. നിങ്ങൾ കേട്ടോ? അങ്ങ് നടത്തുന്നത് വിക്ടിം ബ്ലെയിമിംഗ് ആണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ചെയ്യുന്നത്. നിങ്ങൾ ഈ ശബ്ദം കേൾപ്പിക്കില്ലല്ലോ, എന്റെ ശബ്ദം. അങ്ങ് പറഞ്ഞോളൂ.
നിങ്ങളെൻ്റെ ശബ്ദം കേൾപ്പിക്കില്ലല്ലോ. നിങ്ങളെൻ്റെ ശബ്ദം കേൾപ്പിക്കില്ലല്ലോ. ഞാൻ എന്താ പറഞ്ഞത്? അവരുടെ മൊഴിക്ക് പ്രസക്തി ഇല്ലെന്ന് ഞാൻ പറഞ്ഞ പോയിന്റ് ഇതാണ്. കേരളത്തിൽ അതിജീവിതമാർക്ക് ഭയമായതുകൊണ്ട് പരാതി കൊടുക്കുന്നില്ല എന്ന് നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ മറ്റൊരു ഉദാഹരണം പറഞ്ഞു. എന്താണ് മറ്റൊരു ഉദാഹരണം? ഒരാൾ പോക്സോ കേസിൽ പ്രതിയായി. ആ പ്രതിയായതൊരു വനിതയാണ്. ആ വനിത ഈ കേസിൽ ഇരയായ ആൾ തന്നെ പ്രതിയാകുന്നു പോക്സോ കേസിൽ. എന്താ കാരണം? സിനിമാ മേഖലയിലെ പരിപാടി ഇതാണെന്ന് അവർ വേറൊരാളോട് പറഞ്ഞിരിക്കുന്നു. ആ കുട്ടി വന്ന് ഇവരുടെ പേര് കേസ് കൊടുത്തിരിക്കുന്നു. 2 സ്ഥാനത്തും വനിതകളാണ് ഉള്ളത്. ഒരു വനിത വാദി, വേറൊരു വനിത പ്രതി. പോക്സോ കേസ് വന്നിരിക്കുന്നു. അപ്പൊ നിങ്ങൾ പറഞ്ഞാണോ യാഥാർത്ഥ്യം? അല്ല, സിനിമാ അതെങ്ങനെയാണ് അതിജീവിതമാർക്ക് ഭയമില്ല എന്നതിന് തെളിവാകുന്നത്? ഞാൻ പറയട്ടെ, എങ്ങനെയാണ് ഭയമില്ല എന്നതിന് തെളിവാണ്? നിങ്ങൾ പറഞ്ഞാൽ പോരല്ലോ, എങ്ങനെയാണ് ഭയമില്ല എന്നതിന് തെളിവാകുന്നത്? നിങ്ങൾ എന്റെ ശബ്ദം കേൾപ്പിക്കില്ലല്ലോ. അങ്ങ് പറയൂ, എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുക. വാശിയല്ലേ പിന്നെ ഇതിനെ ചർച്ചയ്ക്ക് വിളിക്കുന്നേ? അങ്ങ് പറയൂ, അതെങ്ങനെയാണ് ഭയമില്ല എന്നതിന് തെളിവാകുന്നത്? എങ്ങനെയാണ് വിശദീകരിക്കൂ പ്ലീസ്. എന്ത് പറയാനാ നിങ്ങൾ മനസ്സിലാക്കില്ലല്ലോ. ഒരു ചർച്ചയ്ക്ക് വന്നു കഴിഞ്ഞാൽ സംസാരിക്കുന്നത് കേൾപ്പിക്കില്ല നാട്ടുകാരെ. അന്ന് പറയുന്നത് ഒരു കേസിലെ പരാതിക്കാരി മറ്റൊരു കേസിലെ പ്രതിയാണെന്നാണ്. അതിലെന്താണ് എന്തിനുള്ള തെളിവായിട്ടാണ് പറയുന്നത്? വിശദീകരിക്കും. നിങ്ങൾ തെറ്റായ ആഖ്യാനം പറയുന്നു. പറയാനില്ലെങ്കിൽ മാറുന്ന അടുത്ത ആൾ പറയട്ടെ. ഞാനൊരു തെളിവും പറഞ്ഞില്ല. നിങ്ങളിപ്പോൾ ഇവിടെ സ്ഥാപിക്കാൻ ശ്രമിച്ചത് ഇരയാകുന്ന ആളുകൾ മൊഴി കൊടുക്കാൻ തയ്യാറാകാത്തത് സർക്കാർ അവർക്ക് പിന്തുണ കൊടുക്കുന്നില്ല എന്ന് വാദിക്കണം. ഞാൻ പറഞ്ഞൊരു ഭാഗം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മുമ്പിൽ മറ്റൊരു വസ്തുത വന്നു. ഒരു വനിത വാദിയാണ്, വേറൊരു വനിത പ്രതിയാണ്. അതിൽ പറയുന്നത് സിനിമാ മേഖലയിലെ ഇത്തരം അനിൽകുമാർ, ശരി, അങ്ങ് പറയുന്നത് ആ പ്രതിക്കെതിരെ, ആ വാദിക്കെതിരെ മറ്റൊരു കേസുണ്ട്. ശരി, അത് എന്തിനുള്ള തെളിവാണെന്ന് അങ്ങ് പറഞ്ഞിട്ടില്ല. ഭയമില്ല എന്നുള്ളതിനാണോ ഭയമുള്ളതിനാണോ പറഞ്ഞിട്ടില്ല? ദയവായി കേൾക്കൂ സാർ. പറഞ്ഞു അവസാനിപ്പിക്കും. സമയക്കുറവുണ്ടാവുകൊണ്ടാണ്. ദയവായി കേൾക്കൂ സാർ. പറയൂ. സർക്കാർ ഒറ്റ കാര്യം പറയുന്നുള്ളൂ. ദയവായി കേൾക്കൂ സാർ. സർക്കാർ ഒറ്റ കാര്യം പറയുന്നുള്ളൂ. ഏതെങ്കിലും ഒരാൾ പരാതിയുമായി മുന്നോട്ട് വന്നാൽ ആ പരാതിക്ക് പിന്തുണ കൊടുക്കാൻ 6-7 വനിതാ ഉദ്യോഗസ്ഥന്മാരടക്കമുള്ളൊരു സംഘം തയ്യാറാണ്. ശരി. 2, സിദ്ധിക്കുന്നല്ല ആരും, ഏത് പ്രതിയാണെങ്കിലും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിന് സർക്കാരിന് പ്രതിബദ്ധതയുണ്ട്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിനിമാ നടനെ തന്നെ ജയിലിലടച്ചത് ഈ സർക്കാരിൻ്റെ കാലത്താണ്. ശരി. അതുപോലെ തന്നെ അതിലെ പ്രധാനപ്പെട്ട ഒരു പ്രതിയെ കോടതിക്കകത്ത് ചാടിക്കേറി പിടിച്ചത് സർക്കാരിൻ്റെ കാലത്താണ്. സർക്കാരിന് നിശ്ചയദാർഢ്യമുണ്ട്. ഇന്ന് രാത്രിയിൽ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് നിങ്ങൾക്ക് സർക്കാരിനെ ആക്രമിക്കാൻ അവകാശമുണ്ട്. അത് നിങ്ങളുടെ സ്ഥിരം രീതിയാണ്. നിങ്ങൾ നടത്തുന്നതിന് ഞങ്ങൾക്ക് വിരോധമില്ല. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, സിദ്ദീഖ് അറിയപ്പെടുന്ന ഒരു കോൺഗ്രസ് അനുഭാവിയാണ്. ഒരു ഘട്ടത്തിൽ അദ്ദേഹം സ്ഥാനാർത്ഥിയാവും എന്ന് പോലും ഊഹാപോഹങ്ങൾ ഉണ്ടായിരുന്നു. ദിലീപ് എന്ന വലിയ പവർഫുൾ ആയിട്ടുള്ള ഒരു നടനെ പിടിച്ച് അകത്തിട്ട ഒരു സർക്കാരാണിത് 2017. അങ്ങനെ ഒരു സർക്കാർ എന്തിന് സിദ്ദീഖിനോട് വിട്ടുവീഴ്ച കാണിക്കണം? ദിലീപിനെ പോലൊരു നടനെ പിടിച്ചകത്തിട്ടെങ്കിൽ ദിലീപ് ചെയ്യിച്ച ക്രൈം ഉണ്ടല്ലോ, അതുപോലൊരു ക്രൈം നടന്നതും ഇതേ സർക്കാരിൻ്റെ കാലത്താണെന്ന് കൂടി ഞാൻ പറയേണ്ടി വരും. ഇതിനു മുമ്പ് കെട്ടുകഴിവില്ലാത്ത സംഭവമാണല്ലോ. ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിൽ ഒരു കൊട്ടേഷൻ വാങ്ങിയ ഒരാൾ ഇത്തരത്തിലൊരു പ്രമുഖ നടിയെ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിൽ പീഡിപ്പിക്കുന്നത്. അത് ഈ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് നമ്മൾ അറിയുന്നത്. അപ്പോൾ അത് പറയേണ്ടി വരും. ഇവിടെ അജിംസ ഒരു കാര്യമുണ്ട്. ഇവിടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതിൽ ഒരാൾ ഒഴികെ ബാക്കി 3 പേരും ഒന്നും ഒരു അറിവില്ലാത്തവരാണ്. അവർ എഴുത്തും വായന അറിയാത്തവരാണ്. അവർക്ക് കോടതി വിധി കണ്ടാൽ മനസ്സിലാകാത്തവരാണ് എന്നൊക്കെ പറഞ്ഞോളൂ. പക്ഷേ ഇവിടെ 2 ചോദ്യം. ഹേമ കമ്മിറ്റിയെ നിയോഗിച്ചത് സർക്കാരല്ലേ? സർക്കാർ നിയോഗിച്ച്, സർക്കാരിൻ്റെ മുടക്കി സർക്കാർ നിയോഗിച്ച കമ്മിറ്റി, ആ കമ്മിറ്റിയുടെ കണ്ടെത്തലുകൾ സർക്കാരിൻ്റെ കണ്ടെത്തലുകളല്ലേ? ആ കണ്ടെത്തലുകളിൽ ഇത്തരത്തിൽ ക്രൈം നടന്നിട്ടുണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ അതിന്മേൽ നടപടി എടുക്കേണ്ടതില്ലേ? എടുക്കുന്നില്ല. പകരം ഹൈക്കോടതി പറഞ്ഞു നടപടി എടുക്കണം. അവരോട് ചോദിച്ചിട്ട് ഇവിടെ എന്താ പറഞ്ഞത്? നിങ്ങൾ തന്നിട്ടുണ്ട്, ശരിയാണ്, ഞങ്ങളുടെ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും കേസ് എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനി വേറെ പരാതിയുമായിട്ട് ഇങ്ങോട്ട് വരണം, ഞങ്ങളെ സമീപിച്ചാൽ ഞങ്ങൾ ആലോചിക്കാം. എന്നാൽ ഹൈക്കോടതി പറഞ്ഞെന്താ? നിങ്ങൾ അങ്ങോട്ട് പോയി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കേസ് കൊടുക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എന്ന് അവരുടെ താല്പര്യം അങ്ങോട്ട് പോയി ചോദിക്കണം. ഇത് രണ്ടും രണ്ടാണെന്നേ. അത് മനസ്സിലാവും കേരളത്തിലെ ജനങ്ങൾക്ക്. ചില സഹാക്കന്മാർക്ക് മനസ്സിലാകാതെ പോകും. അപ്പോൾ ഇവിടെ പ്രശ്നം എന്താ? ഇവിടെ ലോക്നാഥ് ബെഹ്റ വായിച്ചു കേട്ടു എന്ന് താങ്കൾ പറഞ്ഞു. ശരിയാണ്, ലോക്നാഥ് ബെഹ്റയുടെ കൈവശം ഞാനതാ പറഞ്ഞു, സർക്കാർ നിയോഗിച്ച് സർക്കാരിന് വേണ്ടി ഹേമ കമ്മിറ്റി തയ്യാറാക്കിയ റിപ്പോർട്ട് കേരളത്തിലെ ഏറ്റവും പരമപ്രധാനിയായ പോലീസ് മേധാവിയുടെ കൈവശം കിട്ടിയപ്പോൾ അതിൽ ഒഫൻസ് ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ, അതിൽ കോഗ്നിസിബിൾ ഒഫൻസ് ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ എന്താണ് നടപടിക്രമം? ഇൻഫോർമർ വേണമെന്നാണ് പറഞ്ഞത്. ഇൻഫോർമറാണ് സംസ്ഥാന സർക്കാരിന് വേണ്ടി ഈ ഹേമ കമ്മിറ്റി. ആ
ആ കമ്മിറ്റിയുടെ റിപ്പോർട്ടാണ് പോലീസ് മേധാവിയുടെ കയ്യിൽ കിട്ടിയത്. അതിന്മേൽ കയറി ഇരുന്നതല്ലാതെ പിന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? ഏതെങ്കിലും ഘട്ടത്തിൽ ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഇത് പുറത്തുവിടുന്നതിന് സാഹചര്യവും സന്ദർഭവും ഉണ്ടായിട്ടും അത് മാസ്ക് ചെയ്തിട്ടാണെങ്കിൽ പോലും പുറത്തുവിടാൻ ഈ സർക്കാർ തയ്യാറായിട്ടുണ്ടോ? ഇതിന്റെ സംക്ഷിപ്ത രൂപമെങ്കിലും പുറത്തുവിടാൻ തയ്യാറായിട്ടുണ്ടോ? ഇവിടെ ജസ്റ്റിസ് ശിവരാജൻ കമ്മീഷൻ റിപ്പോർട്ടൊക്കെ കിട്ടിയപ്പോൾ എന്തൊരു പിന്നെ അത്യാഗ്രഹവും അത്യാർത്ഥിയുമായിരുന്നു. അവിടെ രാഷ്ട്രീയമുണ്ടെന്നേ സർക്കാരിന്, ഇവിടെയും രാഷ്ട്രീയമുണ്ടെന്നേ. അത് ഈ ഇരകൾക്കെതിരായിട്ടുള്ള രാഷ്ട്രീയമാണ്, ഈ വേട്ടക്കാർക്ക് അനുകൂലമായിട്ടുള്ള രാഷ്ട്രീയമാണ്. അത് പറയുമ്പോൾ നിങ്ങൾക്കാർക്കും വിവരമില്ല, നിങ്ങൾക്ക് കോടതി വിധി വായിച്ചാൽ ബോധ്യപ്പെടില്ല എന്നൊക്കെ വന്നങ്ങ് തള്ളിയാൽ മതിയോ? ഇതൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുന്നതാണ്. ഈ ചർച്ചയിൽ വരുന്നവരാരും മണ്ടന്മാരായിട്ടല്ല വരുന്നത്. അവരൊക്കെ കിട്ടുന്ന ഇൻഫർമേഷൻസ് ഗ്യാദർ ചെയ്തും അതിനെക്കുറിച്ച് നന്നായി ഡീറ്റെയിൽസ് കളക്ട് ചെയ്തു വരുന്നത്. കോടതി വിധി ഒരാൾക്ക് മാത്രമായിട്ടോ അല്ലെങ്കിൽ സർക്കാരിന്റെ ഭാഗമായിരിക്കുന്നവർക്ക് മാത്രമുള്ളതല്ല. അപ്പോ വന്ന് വിളമ്പിപ്പോയരുത്. നിങ്ങൾ വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, ഒറ്റ മിനിറ്റ്, നിങ്ങൾ പിന്നെ ഇരകൾക്കൊപ്പമാണ് അല്ലെങ്കിൽ ഈ സ്ത്രീ സുരക്ഷയാണ് നിങ്ങളുടെ മുഖ്യ പിന്നെ അജണ്ട എന്നൊക്കെ പറയുമ്പോൾ അതല്ല എന്ന് ബോധിപ്പിക്കുന്ന തെളിവുകളാണ് ഒന്നിന് പുറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന ഇടപെടലുകൾ അതാണ് തെളിയിക്കുന്നത്. ഇതൊക്കെ ബോധ്യപ്പെട്ടിട്ടും ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പ് എന്ന് പറഞ്ഞിരുന്നാൽ നടക്കില്ല. ജനങ്ങൾക്ക് ഇതെല്ലാം ബോധ്യപ്പെടും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ശരി പീയൂഷ, എനിക്ക് മുകേഷിനെതിരായ പരാതിക്കാരുടെ പേരിൽ ഒരു പോക്സോ കേസുണ്ട്. അതുകൊണ്ട് ആ കേസിന്റെ പ്രത്യേകത എന്താണെന്ന് അനിൽകുമാർ വിശദീകരിച്ച് എനിക്ക് മനസ്സിലായില്ല. തീർച്ചയായിട്ടും എനിക്ക് നിയമപരിജ്ഞാനമില്ലാത്തതുകൊണ്ടായിരിക്കാം. അങ്ങേക്ക് മനസ്സിലായോ എന്താണ് അത് കൊണ്ട് അനിൽകുമാർ ഉദ്ദേശിച്ചത്? എനിക്കും മനസ്സിലായില്ല. ഞാൻ ഒരു കാര്യം കൂടെ, അനിൽകുമാർ എന്നെക്കുറിച്ച് പറഞ്ഞത്, ഞാൻ സിദ്ദിഖ് തെറ്റ് ചെയ്തില്ല എന്നല്ല പറഞ്ഞത്. സിദ്ദിഖ് സുപ്രീം കോടതിയിലോ ജാമ്യത്തിനായിട്ട് സുപ്രീം കോടതിയിൽ പോവുകയോ അല്ലെങ്കിൽ ഒളിവിൽ പോവുകയോ ചെയ്യുന്നതിന് നമുക്ക് സിദ്ദിഖിനെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം അയാൾക്ക് കിട്ടാവുന്ന എല്ലാ ആനുകൂല്യങ്ങളും നേടുമല്ലോ. പക്ഷേ സർക്കാർ അത് ആ ഒരു സാഹചര്യം ഒഴിവാക്കണം എന്നായിരുന്നു. പിന്നെ അതിജീവിത വേറൊരു കേസിൽ പ്രതിയാകുന്നു എന്നുള്ളത് കൊണ്ട്, പ്രതിയാക്കപ്പെടുന്നു അല്ലെങ്കിൽ കുറ്റം ആരോപിക്കപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് അവർ നേരിട്ട ഒരു പീഡനം അല്ലെങ്കിൽ അവർ അതിജീവിത അല്ലാതാവുന്നില്ല. ഇത് ഇവിടേക്ക് എന്തിനാണ് കൊണ്ടുവന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. അത് ഒരു പക്ഷേ മുകേഷിൻ്റെ കേസിൽ ഒരു നേരത്തെ പറഞ്ഞല്ലോ, അതായത് വേണ്ടത്ര ബലപ്രയോഗം കണ്ടിട്ടില്ല എന്ന്, അത് ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ കാലതാമസം ഉണ്ടായിട്ട് ഉള്ള പരാതി, പിന്നെ അതേപോലെ തന്നെ സിനിമാ മേഖലയിലായതുകൊണ്ട് തന്നെ ഈ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ അതിജീവിതകൾക്കൊക്കെ ജോലി ഇതേ മേഖലയിലാണ്. അതുകൂടി മനസ്സിലാക്കണം, അതുകൂടെ ചേർത്തിട്ട് വേണം. അപ്പോൾ ചിലപ്പോൾ ഇവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിട്ടുണ്ടാകാം. അങ്ങനെയൊക്കെ ഉള്ള ഇത് വെച്ചിട്ട് അത് കാരണം കുറ്റം നടന്നിട്ടില്ല എന്ന് സംശയിക്കാനും സ്ഥാപിക്കാനും ശ്രമിക്കുന്നത് ഒരു സ്ത്രീ വിരുദ്ധത തന്നെയാണ്. മറ്റ് ഉള്ള സ്ഥലങ്ങളിലുള്ള സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമം പോലല്ല സിനിമയിലുള്ളത്. ഇപ്പോൾ തന്നെ ആ സ്ത്രീക്കെതിരെ കോടതി തന്നെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഹണിയം വർഗീസ് തന്നെ പറഞ്ഞു, പിന്നെ അവർ ബിരുദധാരിയല്ലേ, അവർക്കറിഞ്ഞൂടെ ഇതിങ്ങനെ, പിന്നെ 2 മൊഴിയിൽ തമ്മിൽ വൈരുദ്ധ്യമുണ്ട്, അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. ബെയില് കൊടുക്കുന്ന സമയത്ത് അത് പറയേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഈ നമ്മുടെ അനിൽകുമാറും പറയുന്നു ഇതൊക്കെ. അപ്പോൾ ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ ആ കേസിൽ വേറെ എന്തൊക്കെയോ തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം ഇത് എന്തിനാണ് ഇപ്പോൾ ആ കേസ് അതിജീവിതക്കെതിരെ വേറൊരു കേസുണ്ടെന്ന് പറയാൻ കാരണം എന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ എന്തായാലും വേറെ കേസ് ഉണ്ടാവുമായിരിക്കും, അത് വേറെ തന്നെ ഡീൽ ചെയ്യണ്ടേ. കാരണം ഇവർ അതിജീവിതയായിട്ടുള്ള കേസ് വേറെയും അവര് പ്രതിസ്ഥാനത്തുള്ള കേസ് വേറെയും ഡീൽ ചെയ്യണം. പിന്നെ മറ്റൊരു കാര്യം കൂടി, ഗവൺമെന്റ് തന്നെ ഇതിലിപ്പോൾ കോടതി നിരീക്ഷിച്ചല്ലോ, പോക്സോ കുറ്റകൃത്യം വരെ ആകാവുന്ന കേസുകൾ, പരാതികൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഈ അന്നത്തെ DGP അടക്കമുള്ളവര് പോക്സോ റിപ്പോർട്ട് ചെയ്യാതെ തന്നെ ഇരുന്നാൽ അത് കുറ്റമാണല്ലോ. എന്തുകൊണ്ടാണ് കേസ് എടുക്കാതിരുന്നത് എന്നുള്ളതും വളരെ പ്രസക്തമാണ്. കാരണം ഇതൊക്കെ ഒരു സിനിമാ മേഖല ഒരു തൊഴിലിടമാണ്. അവിടെ തൊഴിൽ ചെയ്ത് ജീവിക്കാനുള്ള ഒരു ശ്രമം കൂടി നടത്തുന്നവരാണ് ഈ അതിക്രമത്തിന് ഇരയാവുന്നത് എന്നുള്ളത് കൂടി നമ്മൾ ചേർത്ത് വായിക്കണം. എൻ്റെ ഒരു റിക്വസ്റ്റ്, ഇനിയും ഇതിനകത്ത് പാർട്ടി നോക്കിയിട്ടും രക്ഷപ്പെടുത്തുന്നവരെ നോക്കിയിട്ടും ഈ ഗവൺമെൻറ് മഹത്തായ കാര്യങ്ങൾ ചെയ്തില്ല എന്നുള്ള തർക്കത്തിനൊക്കെ അപ്പുറത്തേക്ക്
ഇത് നമുക്കറിയാലോ, ഇപ്പോൾ 100 വർഷമാകാൻ പോകുന്ന അല്ലെങ്കിൽ 90-ലധികം വർഷമായിട്ടുള്ള ഈ സിനിമാ മേഖലയിൽ സ്ത്രീകൾക്ക് ജോലി ചെയ്യാനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കേണ്ടത് ഈ ഗവൺമെന്റിന്റെയും അതോടൊപ്പം ഈ സമൂഹത്തിന്റെയും ഉത്തരവാദിത്തമാണ്. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമം ഉണ്ടാവണം എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അതല്ലെങ്കിൽ എന്നും ഈ സ്ത്രീകൾ എല്ലാ തരത്തിലും ഈ ഉപയോഗിക്കപ്പെട്ട് അതുപോലെ തന്നെ ചൂഷണം ചെയ്യപ്പെട്ട്, ലൈംഗിക അതിക്രമം മാത്രമല്ല തൊഴിൽ ചൂഷണവും പലതരത്തിലുള്ള പീഡനവും ഒക്കെ ഉണ്ടെന്നുള്ളത് ഹേമ കമ്മീഷൻ പറയുന്നുണ്ട്. പിന്നെ പലരും അതിനെ സംബന്ധിച്ച് അതിൽ മൊഴി കൊടുത്തവരും ഒക്കെ പറഞ്ഞു. അപ്പം അതുകൊണ്ട് നമുക്ക് ഈ കുറച്ച് ചൂഷണ വിമുക്തമാക്കാൻ അതുപോലെ തന്നെ സ്ത്രീ പുരുഷ തുല്യതയുള്ളതാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ഉണ്ടാവണം എന്നാണ് എൻ്റെ അഭിപ്രായം. അതല്ലാതെ ഇപ്പം ഈ ഗവൺമെൻറ് കുറേ കാര്യങ്ങൾ ചെയ്തു, അത് ചെയ്തു, പക്ഷെ അതിൻ്റെ റിസൾട്ട് വരണ്ടേ? ചെയ്യാൻ നിർബന്ധിക്കപ്പെട്ടപ്പോൾ ചെയ്തു, അത് ശരി തന്നെയാണ്. പക്ഷെ എന്നിട്ടിപ്പോൾ എവിടെയാണ് പരാതിപ്പെട്ട പല സ്ത്രീകൾക്കും തൊഴിൽ കിട്ടുന്നില്ല. ചില സ്ത്രീകൾക്ക് അവരുടെ ഭർത്താക്കന്മാരുടെ സിനിമയിൽ മാത്രമേ അഭിനയിക്കാൻ പറ്റുന്നു. ചില ആൾക്കാർ തൊഴിൽ നിർത്തി മറ്റു തൊഴിലുകൾക്ക് പോയി. ചില ആളുകൾക്ക് തൊഴിലേ ഇല്ല. അതൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഇവിടെ തന്നെയാണ്. അപ്പോൾ അതൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ഇത്ര ഒക്കെ കാലമായിട്ടും ഈ സിനിമയിൽ അഭിനയിക്കുക, കാരണം സ്ത്രീകൾ കൂടി സിനിമ കണ്ടിട്ടാണല്ലോ ഈ സിനിമയൊക്കെ വിജയിച്ചു പോകുന്നത്. അതല്ലാതെ ആണുങ്ങൾ മാത്രം കാണുന്നൊരു കാര്യമില്ല. പിന്നെ എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രി എന്നുള്ള നിലയ്ക്ക് ഇതിനകത്ത് സവിശേഷമായിട്ടുള്ള നിയമനിർമ്മാണങ്ങൾ ആവശ്യമുണ്ട്. ഇപ്പം തന്നെ ഉള്ള നിയമങ്ങളൊട്ട് ഉപയോഗിക്കുന്നുമില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് വളരെയധികം ശ്രദ്ധയോടെ കുറേ അധികം കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു സാഹചര്യമാണ്. വളരെ പ്രധാനമായ കാര്യം, ഈ മേഖലയിൽ നടന്ന കുറ്റകൃത്യങ്ങളിൽ നീതിപൂർവമായ ഇടപെടൽ സർക്കാർ നടത്തുമോ, അന്വേഷണം നടത്തുമോ, ഇരകൾക്ക് നീതി ലഭിക്കുമോ എന്നുള്ളതാണ്. അതിൽ പോലും ഇപ്പോൾ സിദ്ദീഖ് എവിടെയെന്ന ചോദ്യത്തിന് ഇനിയും ഉത്തരമില്ല. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യോ ഇല്ലയോ നമുക്കറിയില്ല. അദ്ദേഹം സുപ്രീം കോടതിയെ സമീപിച്ച് അപ്പീൽ പോകുമോ എന്നും നമുക്കറിയില്ല. വളരെ നന്ദി ശ്രീ അനിൽകുമാർ, ശ്രീ ജ്യോതികുമാർ ചാമക്കാല, പി ഉഷ, ഇത്രയും സംസാരിച്ചതിന് ഇടവേള.